PMP, Scrum Master, and Discipline Agile Senior Scrum Master. She is committed to continuous improvement and innovation. So please join me in welcoming Rashmi. Rashmi, over to you. Thank you, Adira. Adira നീട്ടി നിർത്തി ഒരു ഇൻട്രൊഡക്ഷൻ തന്നോണ്ട് ഇനിയിപ്പോ ഞാനൊന്നും പറയണ്ടല്ലോ, അത് എളുപ്പമായി. ഏതായാലും ഇന്നത്തെ സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ആക്ച്വലി ഒരു എന്റെ ഐഡിയ ഇത് എക്സ്പേർട്ട് ലെവൽ സെഷൻ അല്ല, ഒരു ബിഗിനർ ലെവലും പിന്നെ ഇപ്പം വർക്കിംഗ് നോളജ് ഉള്ളവർക്ക് കുറച്ചുകൂടി കൂടുതൽ ജിറയെ പറ്റിയും പ്രോജക്ട് മാനേജ്മെന്റിനെ പറ്റിയും മനസ്സിലാക്കാൻ വേണ്ടി ഒരു സെഷനാണ് ഇത്. പറ്റുന്നത്രയും നമുക്ക് ഇന്ററാക്റ്റീവ് ആക്കാൻ തക്കതായ ഉത്തരം തരാൻ പറ്റും, അല്ലെങ്കിൽ ഇതൊരു ക്ലാസ് റൂം സെഷൻ ആവും. അപ്പം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വന്ന ആളല്ല, നമുക്ക് ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ അടുത്തുനിന്ന് ഞാനും എൻ്റെ അടുത്തുനിന്ന് നിങ്ങളും പഠിക്കുന്ന ഒരു രീതിക്ക് നമുക്ക് മുമ്പോട്ട് പോകാം. ചോദ്യം ചോദിക്കുക, എവിടെ സംശയം ഉണ്ടെങ്കിലും റേസ് യുവർ ഹാൻഡ്, ഞാൻ കാണും, യു ക്യാൻ ആസ്ക് എ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദ്യം ചോദിക്കുക ഡയറക്ട്ലി. ഡോണ്ട് വെയിറ്റ് ഫോർ ദി എൻഡ് ഓഫ് ദി സെഷൻ ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ഓൾറൈറ്റ്, ഇപ്പം ഇതിൽ ഐ എം അസ്യൂമിങ് ദാറ്റ് എല്ലാവരും ഒരു എംപ്ലോയിഡ് ആണോ, പഠിക്കുന്നവരുണ്ടോ, സ്റ്റുഡൻസ് ഉണ്ടോ ഇതിൻ്റെ ഇടയിൽ? റേസ് ഓഫ് ഹാൻഡ്സ് ഇഫ് പോസിബിൾ. സ്റ്റുഡൻസ്? ഐ ഡോണ്ട് സീ എനിബഡി. അപ്പൊ എല്ലാവരും വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ് എന്ന് എനിക്ക് അസ്യൂം ചെയ്യാലോ, അല്ലെങ്കിൽ ഓക്കെ, സൂപ്പർ. അപ്പൊ ഋഷികേഷ് യെസ് പറഞ്ഞിട്ടുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, സൂപ്പർ, ഫൈൻ. അപ്പൊ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ഒരിച്ചിരി ഒന്നും കൂടി അവർ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇത് സെഷൻ കേട്ട് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി അവർ ഒരിച്ചിരി R&D ചെയ്യേണ്ടി വരും ടു അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ആക്ച്വലി ബീങ് സ്പോക്കൺ ഹിയർ. ബട്ട് ഫോർ ദി അതേഴ്സ് ഐ തിങ്ക് നിങ്ങൾ ഓൾറെഡി ഒരു കോർപ്പറേറ്റ് ലെവലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഇതിലൊരു ഓർഗനൈസേഷന്റെ മെമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ പ്രോജക്ട് മാനേജ്മെന്റ് എന്താണെന്നും ഇങ്ങനെ ടൂൾ എന്താണെന്നും ഈ ടൂളിന്റെ ആവശ്യം എന്താണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവും. സോ അധികം നീട്ടി നിവർത്തുന്നില്ല, നമുക്ക് ഇങ്ങനെ തുടങ്ങാം. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഓക്കെ, ഒരു കാര്യം കൂടി, PPT ഓറിയന്റഡ് അല്ല സെഷൻ. റാദർ ജിറയുടെ ഒരു യൂസർ അക്കൗണ്ട്, ഒരു പ്രീമിയം യൂസർ അല്ല, ഒരു ബിഗിനർ ബേസിക് ട്രയൽ വേർഷന്റെ ഒരു അക്കൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പ്രോജക്റ്റ് എന്താണ്, ഇതിന്റെ ജിറയുടെ ഓരോ ബൈഫർക്കേഷൻ നമുക്ക് അതിലൂടെ ലെറ്റ്സ് നോക്കാം. However, I'm going to start with project management. Just give me a second. സ്ക്രീൻ കാണുന്നുണ്ടോ? ആരെങ്കിലും കൺഫേം ചെയ്താൽ മതി. സ്ക്രീൻ കാണുന്നുണ്ട്. ഓക്കെ, താങ്ക്സ് ദേവി ടിനു. ഓക്കെ, ടോപ്പിക് ജിറ ഫോർ അജൈൽ പ്രോജക്ട് മാനേജ്മെന്റ് എന്നാണ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ജിറ ലാർജ്ലി പ്രോജക്ട് മാനേജ്മെന്റ് ടൂളാണ്. ഏത് പ്രോജക്റ്റിനും യൂസ് ചെയ്യാം, ഡെവോപ്സിന് യൂസ് ചെയ്യാം. ഡെവോപ്സിനൊക്കെ ഭയങ്കര ഹാൻഡി ആയിട്ട് വളരെ വൃത്തിയായിട്ട് കോൺഫിഗർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ജിറ. നമുക്ക് അതിലോട്ട് കിടക്കാം. ആദ്യം ലെറ്റ്സ് ലുക്ക് അറ്റ് വാട്ട് എ പ്രോജക്റ്റ് ഇസ്. അറിയോ ആർക്കെങ്കിലും പ്രോജക്റ്റും ഓപ്പറേഷൻസും തമ്മിലുള്ള വ്യത്യാസം പറയാൻ പറ്റുമോ? ആരെങ്കിലും ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ മതി. ഫിനോ ഇതിനകത്തുണ്ട്. അതല്ലാതെ നിങ്ങൾ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്താണ്? വാട്ട് യു അണ്ടർസ്റ്റാൻഡ് വെൻ സംബഡി സേസ് ദാറ്റ്സ് എ പ്രോജക്റ്റ്, ദീസ് ആർ ഓപ്പറേഷൻസ്. ഇത് തമ്മിലൊരു ബേസിക് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. അതെന്താന്നുള്ള ആരെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. വാട്ട് യു അണ്ടർസ്റ്റാൻഡ് വെൻ യു സേ പ്രോജക്റ്റ് ഓർ വെൻ യു സേ ഓപ്പറേഷൻസ്? നോ വോളണ്ടിയേഴ്സ് ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ജസ്റ്റ് ഗിവ് ഇറ്റ് എ ഷോട്ട്. ഇതിൽ തെറ്റ് ശരിയൊന്നുമില്ല, നമ്മൾ ഡിസ്കഷൻ മോഡിൽ പോകുന്നതുകൊണ്ട് ഓൾ ആൻസേഴ്സ് ആർ കറക്റ്റ്. ഡസ് സംബഡി വാണ്ട് ടു വോളണ്ടിയർ? നോ. ഓക്കെ, പ്രോജക്റ്റ് എന്ന് പറയുന്ന എപ്പോഴും ഒരു സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഉള്ള ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്, ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ്. അതിനൊരു യുണീക് ഔട്ട്, റൈറ്റ്? എവറി പ്രോജക്റ്റ് ഹാസ് ടു ബി യുണീക്. അതാണ് അതിന്റെ ബേസിക് ഡെഫിനിഷൻ. അതിനൊരു സ്ട്രിക്റ്റ് സ്റ്റാർട്ട് ഡേറ്റും സ്ട്രിക്റ്റ് എൻഡ് ഡേറ്റും കാണും. എല്ലാം യുണീക്ക് ആയിരിക്കും. ഇന്നോവേറ്റീവ് ഉദ്ദേശിക്കുന്നത് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് പെർമനന്റ് ആണ്. അതിനൊരു സ്റ്റാർട്ട് ഡേറ്റ് എൻഡ് ഡേറ്റ് ഇല്ല. ഇറ്റ് കീപ്സ് റണ്ണിങ് ഇൻ സൈക്കിൾസ്. പീരിയോഡിക്കലി ഓടിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു സംഭവമാണ്, റൈറ്റ്? എപ്പോഴും പ്രീവിയസ് പ്രോഡക്റ്റിന് സിമിലർ ആയിരിക്കും അടുത്ത സെറ്റ്. ഇപ്പോൾ ഈ മാസത്തെ ഒരു ഓപ്പറേഷന്റെ ഔട്ട്കം എടുക്കുന്നതും അടുത്ത മാസത്തെ ഓപ്പറേഷൻ ഔട്ട്കം എടുക്കും. ഫോർ ഇൻസ്റ്റൻസ്, നമ്മളൊരു കാറ് വാങ്ങിക്കുന്ന, നമ്മൾ ഒരു കാറ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ്, ഒരു സുസുക്കി സ്വിഫ്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്, ഒരു
എലിവേറ്റ്, ഒരു ഡിഫൻഡർ, ഈ മോഡൽസ് ഓരോന്നും ഉണ്ടാക്കുന്നതും ഇനിഷ്യൽ പ്രോജക്റ്റ് ആണ്. അതിന്റെ ഔട്ട്കം എന്താണ്? ആ പ്രോഡക്റ്റ്, അല്ലെ? ആ സ്വിഫ്റ്റ് എന്ന് പറയുന്നതാണ് ആ പ്രോജക്റ്റിന്റെ ഔട്ട്കം, വിച്ച് ഇസ് എ പ്രോഡക്റ്റ്. പക്ഷെ ഈ കാറിന്റെ മെയിൻ്റെനൻസ്, ദിസ് ഇസ് ഓപ്പറേഷൻസ്. ഇത് കണ്ടിന്യൂസ്ലി ചെയ്യും, അല്ലെ? നിങ്ങൾ സർവീസിന് വിടും, ഫസ്റ്റ് സർവീസ്, സെക്കൻഡ് സർവീസ്, ബൈക്ക് ആയാലും അത് തന്നെ. ഈ സർവീസ് എല്ലാം വരുന്നത് ഓപ്പറേഷൻസിലായിരിക്കും. പക്ഷെ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് വുഡ് ബി എ പ്രോജക്ട്. ഇതാണ് ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോജക്ട് ആൻഡ് ഓപ്പറേഷൻസ്. ഇത് പ്രോജക്ട് മാനേജ്മെന്റ് അപ്പൊ എന്തിനാണ്? ഏതൊരു ഓർഗനൈസേഷനും പ്രോജക്ട് ഒരു പ്രോജക്ട് വരുന്നത് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻസ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്, ദാറ്റ്സ് എ റവന്യൂ ഫോർ ദം, അല്ലേ? ഡെഫിനറ്റ്ലി ഒരു സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്? നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് പലതരം സോഫ്റ്റ്വെയർസ് ഫോർ മെനി യൂസേഴ്സ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നതും അതിനനുസരിച്ചുള്ള റവന്യൂ ആ കമ്പനിക്ക് കിട്ടുന്നതുകൊണ്ടാണ് കമ്പനീസ് സസ്റ്റെയിൻ ആയി പോകുന്നത്. ചില കമ്പനീസ് ഓപ്പറേഷൻസ് മാത്രമാണ് ഓടുന്നത്, അവർക്കും അതിനനുസരിച്ച് റവന്യൂ ഉണ്ട്. AMCs എഴുതൂലേ നമ്മൾ, ആനുവൽ മെയിൻ്റെനൻസ് കോൺട്രാക്ട്സ്, ഇതെല്ലാം ഓപ്പറേഷൻസിൽ പെടുന്നതാണ്. ഇതുകൊണ്ട് ആ AMC എഴുതുന്ന കമ്പനിക്ക് റവന്യൂ ഉണ്ട്. സോ പ്രോജക്ട്സ് ആൻഡ് ഓപ്പറേഷൻസ് സസ്റ്റെയിൻ ആവുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിൽ നിന്നും റവന്യൂ കിട്ടുന്നതുകൊണ്ടാണ് ഓരോ കോർപ്പറേഷനും ഓരോ ഓർഗനൈസേഷനും സസ്റ്റെയിൻ ആയി പോകുന്നത്, റൈറ്റ്? അപ്പൊ പ്രോജക്ട് മാനേജ്മെന്റ് കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രോജക്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ കിട്ടുന്ന പ്രോജക്റ്റ് കൃത്യമായി ബഡ്ജറ്റ് ലോസ് ഇല്ലാതെ, റാദർ പ്രോഫിറ്റ്സോടുകൂടി അവർ പറഞ്ഞിരിക്കുന്ന ഡ്യൂറേഷനകത്ത് നമ്മൾ പറ്റുന്ന ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു അഗ്രിമെന്റ് ആണ്. നമ്മളും കസ്റ്റമറും തമ്മിലുള്ള ഒരു അഗ്രിമെന്റ് വെച്ചുള്ള ഒരു ക്വാളിറ്റിയിൽ ഡെലിവർ ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിനെന്താ പറ്റുന്നത്? ഇപ്പം ഒരു പ്രോജക്ട് മാനേജ്മെന്റ് ഇല്ല, അല്ലെങ്കിൽ ഇതിന് മാനേജർ ഇല്ലാതെ, അല്ലെങ്കിൽ ഇതിനൊരു സ്പെസിഫിക് പ്രോസസ് ഇല്ലാതെ കുറെ പേര് ശ്രമിച്ചാൽ മാത്രം ഒരു പ്രോജക്റ്റിന്റെ ഔട്ട്കം കിട്ടും? ഇല്ല. വാട്ട് വിൽ ലീഡ് ടു? ഇറ്റ് ലീഡ് ടു കൺഫ്യൂഷൻ. ഇപ്പൊ ഏതൊരു ചെറിയ കാര്യം, ഇപ്പൊ ലെറ്റ്സ് സേ ഒരു ഉത്സവം നടക്കും അമ്പലത്തിൽ, അതിനെപ്പോഴും ഒരു കമ്മിറ്റി ഹെഡ് കാണും. ഈ കമ്മിറ്റി ഹെഡ് ആയിരിക്കും ഇത് മൊത്തം ഓടിക്കുന്നത്. എന്ത് ചെയ്യണം, ഇതെല്ലാം ചാർട്ട് ചെയ്ത് വെച്ച് ഇന്ന കാര്യങ്ങൾ ഇന്ന ആൾക്കാരെ ഏൽപ്പിച്ച്. എന്തുകൊണ്ടായി ചെയ്യുന്നത്? കൃത്യമായ ഒരു പ്രോസസ് ഫ്ലോ കിട്ടാൻ, കൃത്യമായ ഔട്ട്കം എത്താൻ, ഇന്ന ദിവസം ആ ഉത്സവം സക്സസ്ഫുള്ളി അവിടെ നടക്കാൻ, റൈറ്റ്? ഇതിനെയാണ് പ്രോജക്ട് മാനേജ്മെന്റ് എന്ന് ഭയങ്കര ഗ്ലോറിഫൈഡ് ആയിട്ട് ഇംഗ്ലീഷിൽ പറയുന്നത്. നമുക്ക് ആക്ച്വലി നമ്മൾ ടെക്നിക്സ് ആണ്. ഒന്ന് ട്രഡീഷണൽ, ഒന്ന് അജൈൽ. ട്രഡീഷണൽ എന്ന് പറയുന്നത് വിതിൻ ദ ടൈം ഫ്രെയിം, കറക്റ്റ് പ്രവീൺ, വിതിൻ ദ ടൈം ഫ്രെയിം ഓടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ട്രഡീഷണൽ പ്രോജക്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ നമ്മൾ ചെയ്തു വരുന്ന ഒരു പ്രൊസീജിയറിനെയാണ് ഈ ട്രഡീഷണൽ പ്രോജക്ട് മാനേജ്മെന്റ്. ഇപ്പൊ സോഫ്റ്റ്വെയർ എന്നും ഇൻഫർമേഷൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അറിയാം, SDLC കേട്ടിട്ടുണ്ടോ? സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ. അതാണ് ഐഡിയലി ട്രഡീഷണൽ പ്രോജക്ട് മാനേജ്മെന്റ്. എന്താ പറ്റുന്നത്? അതിനകത്ത് നമുക്കൊരു പ്രോജക്റ്റ് വരും, അതിന്റെ റിക്വയർമെന്റ്സ് എടുക്കും, ഒറ്റ പ്രാവശ്യം പ്ലാനിങ് നടക്കുള്ളൂ. നമ്മൾ കുറെ റിക്വയർമെന്റ് ഡോക്യുമെന്റ്സ് എഴുതും, കുറെ ഡിസ്ക്രിപ്ഷൻ ഡോക്യുമെന്റ്സ് എഴുതും. ആ പ്ലാനിങ്ങിനകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായ ഒരു രൂപം കിട്ടും. ആ രൂപം വെച്ചായിരിക്കും അടുത്ത ക്രിയേഷൻ നടക്കുന്നത്. ഇതിനകത്ത് ക്രിയേറ്റ് എന്നാണ്, ഇവിടെ എക്സിക്യൂട്ട് എന്നും പറയാം. എക്സിക്യൂഷനകത്ത് എന്താ? ഈ പ്ലാനിനെ ബേസ് ചെയ്തായിരിക്കും ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്യും? പിന്നെ അത് റിവ്യൂ ചെയ്യും. ഓർ ഇൻ സോഫ്റ്റ്വെയർ ടേംസ് ഇറ്റ് ബിക്കംസ് മോണിറ്ററിങ് ആൻഡ് കൺട്രോളിങ്. മോണിറ്റർ ചെയ്ത് കൺട്രോൾ ചെയ്ത് എന്തിനാണ് മോണിറ്റർ കൺട്രോൾ ചെയ്യുന്നത്? ക്വാളിറ്റി അഡ്ഹറൻസ്, ബഗ് ഫിക്സിങ്, ഇതെല്ലാം ചെയ്യുന്ന മോണിറ്ററിങ് ആൻഡ് കൺട്രോളിങ് ആണ്. ആൻഡ് ദെൻ റിലീസ്. അപ്പൊ ഇതിനകത്തെ ഒരു വലിയൊരു ഡ്രോബാക്ക് കാണുന്നത് എന്താണ്? വാട്ട് യു തിങ്ക് ഇസ് ദ ബിഗസ്റ്റ് ഡ്രോബാക്ക് ഇൻ എ ട്രഡീഷണൽ പ്രോജക്ട് മാനേജ്മെന്റ് സെറ്റപ്പ്? നിങ്ങളെല്ലാം ഡെവോപ്സിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. വാട്ട് ഇസ് ദ ബിഗസ്റ്റ് ഡ്രോബാക്ക് ഇൻ ട്രഡീഷണൽ പ്രോജക്ട് മാനേജ്മെന്റ്? ഞാനിപ്പോ ഈ പറഞ്ഞത് വെച്ച് ഒരു ഡ്രോബാക്ക് എന്താണ്? Anybody, you can type it in chat or unmute and speak. It's time consuming and less means we cannot change it in between. Correct. It's time consuming. Adu agile takes more time, but then we'll get to that later. But yes, you cannot change it in between. എന്തുകൊണ്ടാ ചേഞ്ചസ് വരാത്തെ? നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുന്നേ ഇല്ല, അല്ലേ? നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുന്നില്ല. കറക്റ്റ്, ടേക്സ് ടൈം ടു ഗെറ്റ് എ ഫീഡ്ബാക്ക്. നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം കസ്റ്റമറിനെ മീറ്റ് ചെയ്തു, റിക്വയർമെന്റ് എടുത്തു, പ്ലാൻ ചെയ്തു, പിന്നെ എൻഡ് പ്രോഡക്റ്റ് മാത്രമാണ് കസ്റ്റമർ കാണുന്നത്. ഈ ഇടയ്ക്ക് എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ സ്റ്റാറ്റസ് റിപ്പോർട്ട്സ് മാത്രം അയക്കുള്ളൂ, അല്ലെ? അവിടെയാണ് ഈ പ്രോജക്ട് മാനേജ്മെന്റ് രീതിയുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക് കിട്ടുന്നത്. കസ്റ്റമറിന് വേണ്ടതാണോ നമ്മൾ ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച്, അവർ ഉദ്ദേശിച്ചതാണോ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അവർക്കും അറിഞ്ഞൂടാ. സോ ഇടയ്ക്കുള്ള ഈ കൊലാബറേഷൻ മിസ്സാവും. അപ്പൊ കുറെ കാലം ഇങ്ങനെ ചെയ്തു പോയി, അവസാനം പയ്യെ വന്നാണ് ഒരു 1970s ഒക്കെ ആയപ്പം അജൈൽ എന്ന് പറഞ്ഞ
ഒരു സംഭവം, ഹൗ ഡു യു കോൾ ഇറ്റ്, ഹിന്ദി ഇംഗ്ലീഷിൽ നമ്മൾ അതിൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയും, എന്ന് വെച്ചാൽ അഡാപ്റ്റബിലിറ്റി ടു ചേഞ്ച്. ഈ ചേഞ്ച് ഒരു പ്രോജക്റ്റിൽ എത്ര വേഗം ഞാൻ കാണുന്നു, എത്ര വേഗം എൻ്റെ പ്രോജക്റ്റിലോട്ട് അത് ഇൻകൾക്കേറ്റ് ചെയ്യുന്നു, അത്രയും അജൈലാണ് എൻ്റെ ടീം. ഇതിന്റെ value is always increased. Why? Because all agile frameworks insist on customer feedback. Agile framework ഇതിനകത്ത് കാണുന്നുണ്ടോ, ഒരു ഐറ്ററേറ്റീവ് റിലീസ് ആണ്. അജൈൽ പ്രോജക്ട്സിന് ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടല്ല നമ്മൾ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രഡീഷണൽ പ്രോജക്ട് മാനേജ്മെന്റിൽ അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് കൂടി ഉണ്ട്. എനിക്ക് ഫുൾ റിക്വയർമെന്റ് അറിഞ്ഞാൽ മാത്രമേ ഈ ട്രഡീഷണൽ പ്രോജക്ട് മെത്തഡോളജി പണ്ട് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ, പ്ലാനിങ് ഒറ്റ പ്രാവശ്യം നടക്കുള്ളൂ. ഇടയ്ക്ക് ഒരു റിക്വയർമെന്റ് കയറി വരുമ്പോൾ എനിക്ക് മാറ്റാൻ പറ്റില്ല, അല്ലെ? അപ്പൊ എല്ലാ റിക്വയർമെന്റ് കിട്ടുന്നവരെ ഈ പ്രോജക്ട് ഓൺ ഹോൾഡ് ആണ്. അപ്പൊ നത്തിങ് ടു ഷോ, നത്തിങ് ടു ഡു. അജൈലില് ഉള്ള അറിവ് വെച്ച് നമ്മൾ പ്രോജക്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും, റൈറ്റ്? ഓരോ ഐട്രേഷൻ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ ഇത്രയും ഫംഗ്ഷണൽ ആയിട്ട് ഞാൻ ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ ഐ വിൽ ഗോ ബാക്ക് ടു ദ കസ്റ്റമർ. അജൈൽ മാനിഫെസ്റ്റോയിൽ 4 റൂൾസ് പറയുന്നുണ്ട്. ഇൻ വിച്ച് ഫസ്റ്റ് വൺ ഇസ് ഇന്ററാക്ഷൻസ് വിത്ത് യുവർ കസ്റ്റമർ. അതാണ് അതിന്റെ മീനിങ് വരുന്നത്. ഞാൻ ആ മാനിഫെസ്റ്റോ ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ജനറൽ ആയിട്ട് സംസാരിച്ച് പോകും. ഹ്യൂമൻ ഇന്ററാക്ഷൻസിന് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് അജൈൽ. പ്ലാൻ വേണ്ടെന്നല്ല, പ്ലാൻ വേണം. പ്ലാൻ എപ്പോഴും ഒരു റെഫറൻസ് ലൈൻ ആണ്, ബട്ട് ഓൾവേസ് ഫോക്കസ് ഓൺ ഹ്യൂമൻ ഇന്ററാക്ഷൻസ്. അപ്പൊ എന്താ പറ്റുന്നത്, കസ്റ്റമറിന് കാണാൻ കഴിയും ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, ഇത്രയും പുള്ളി ആ കസ്റ്റമർ ഉദ്ദേശിച്ചതാണോ ഞാൻ ഡെലിവർ ചെയ്യുന്നത്, അയ്യോ ഇല്ല ഇത്രയും ചെയ്തത് ശരിയല്ല, ഇതല്ല എനിക്ക് വേണ്ടിയിരുന്നത് എന്ന് കസ്റ്റമറിന് ആ സ്റ്റേജിൽ തന്നെ പറയാം. പ്രോജക്റ്റ് തീരാൻ കാത്തു നിൽക്കണ്ട, ഇടയ്ക്ക് വെച്ച് ഈ ചേഞ്ച് നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. കറക്റ്റ്. അതാണ് ഈ അജൈൽ പ്രോജക്ട് മാനേജ്മെന്റ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇതിൽ ഇൻ ഡെപ്ത് നമ്മൾ കയറുന്നില്ല, നമ്മൾ ജിറയാണ് ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് ഇതിനൊരു ഇൻട്രൊഡക്ഷൻ തരാതെ വി കാൻ ഗെറ്റ് ഇൻടു ജിറ, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി ലെറ്റ്സ് ലുക്ക് അറ്റ് ഡെവോപ്സ്. എന്താന്ന് പറയാൻ പറ്റുമോ? Can one of you tell me what DevOps is? Unmute and speak. That's the best. Chat ചെയ്യാൻ ഒത്തിരി സമയം എടുക്കും. What is DevOps? അതി കടപ്പുണ്ട്. Development and operations. Correct. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ പ്രോജക്ട് മാനേജ്മെന്റ് പ്രോസസ്സസ്, പ്രോജക്ട് മാനേജ്മെന്റ് ടെക്നിക്സ്, ഇത് അപ്ലിക്കബിൾ ആവുന്നത് ഡെവലപ്മെന്റ് പ്രോജക്ട്സിന് മാത്രമാണ്. ഇതിനകത്ത് നമ്മൾ ഓപ്പറേഷൻസ് കൺസിഡർ ചെയ്യുന്നില്ല. റൈറ്റ്, കറക്റ്റ്. സ്പീഡിംഗ് അപ്പ് അജൈൽ, റൈറ്റ് വചൻ. അപ്പൊ നമ്മൾ ഒരിക്കലും ഓപ്പറേഷൻസ് ഇത് കൺസിഡർ ചെയ്തിട്ടില്ല. പ്രോജക്ട് ഡെവലപ്മെന്റ് മാത്രമാണ് നമ്മൾ പറയുന്നത്, അജൈൽ ആയാലും ട്രഡീഷണൽ പ്രോജക്ട് മാനേജ്മെന്റ് മെത്തഡ് ആയാലും. ഡെവോപ്സ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് വന്നപ്പോഴത്തേനും അതിനകത്ത് എന്താ ചെയ്യുന്നത്, ഓപ്പറേഷൻസും കൂടി ഇൻക്ലൂഡ് ആയി. ഡെവലപ്മെന്റും ഓപ്പറേഷൻസും ഒരൊറ്റ ടീമാണ് ചെയ്യുന്നത് ഫോർ എ സിംഗിൾ പ്രോഡക്റ്റ്. വേർഡ്സ് മൈൻഡ് ചെയ്യണേ. ഐ എം ടോക്കിംഗ് അബൌട്ട് എ പ്രോഡക്റ്റ്, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് എ പ്രോജക്ട്. ഒരു പ്രോജക്റ്റിന്റെ ഔട്ട്കം ആണ് പ്രോഡക്റ്റ്. ഈ ഒരു ഡിഫറൻസ് എപ്പോഴും തലയ്ക്കകത്ത് വേണം. സോ ഡെവോപ്സ് എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യുന്നതും ആ പ്രോഡക്റ്റിന്റെ ഓപ്പറേഷൻസും ഇതെല്ലാം ഒരൊറ്റ ടീമായിരിക്കും ചെയ്യുന്നത്. സോ ഇതിൽ തന്നെ എഴുതുന്നുണ്ട് അജൈലും ഡെവോപ്സും തമ്മിലുള്ള കുറച്ച് വ്യത്യാസങ്ങളാണ്. അജൈൽ ഐറ്ററേറ്റീവ് ഡെവലപ്മെന്റ് ആണ്, കസ്റ്റമർ കൊളാബറേഷൻ ആണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. വെറാസ് ഡെവോപ്സ് എന്താ ചെയ്യുന്നത്, ഓട്ടോമേഷൻ ആൻഡ് കൊളാബറേഷൻ. See, there are very similar factors between Agile and DevOps. They're not the same, but they're similar. Agile goal എന്താണ്, കസ്റ്റമർ വാല്യൂ കൂട്ടുക. അതെങ്ങനെയാണ്, ഇൻക്രിമെന്റലി കൊടുക്കുക, ഫ്രീക്വന്റ് ഫീഡ്ബാക്ക് എടുക്കുക, കസ്റ്റമറുടെ ചേഞ്ചിനോർത്ത് നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. നമ്മൾ ആ ചേഞ്ച് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഇമ്പാക്ട് അനലൈസ് ചെയ്ത് അത് ഇൻകൾക്കേറ്റ് ചെയ്യാൻ പറ്റുമോ വിടുമോ എന്നുള്ളതിന്റെ ഡിസിഷൻ എടുക്കുക. ഗോൾ, ഡെവോപ്സിന്റെ ഗോൾ എന്താണ്, സോഫ്റ്റ്വെയറിനെ റിലയബിൾ സോഫ്റ്റ്വെയർ ഡെലിവർ ചെയ്യുക എന്നുള്ളത്, ക്വിക്ലി, റൈറ്റ്? Agile team structure would be smaller teams, whereas DevOps are large. എന്തുകൊണ്ടാണ് ലാർജ് വരുന്നത്? You have a development team, you will have an operations team. Operations team again product segment വെച്ച് മാറും. എല്ലാ സെഗ്മെന്റിനും ഒരൊറ്റ ഓപ്സ് ടീം ആയിരിക്കില്ല. ഓരോ സെഗ്മെന്റ് അനുസരിച്ച് ഓരോ ഓപ്സ് ടീം ആയിരിക്കും. ഓപ്സിലെ ലെവൽ മാറും, അല്ലേ? യു ഹാവ് എൻ ഇൻസിഡന്റ് മാത്രം എടുത്ത് അത് നോക്കി അതിൽ റിസോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കി, അത് നടന്നില്ലെങ്കിൽ ലെവൽ 2 പോകും. അടുത്ത സെറ്റ് ഓഫ് എഞ്ചിനീയേഴ്സിന് ഇത് കൈമാറും. പല ലെവൽസിലാണ് ഓപ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ടീം ബിക്കംസ് ബിഗർ. ഇൻ അജൈൽ നമ്മൾ വർക്ക് ചെയ്യുന്ന വി വർക്ക് ഇൻ സ്പ്രിന്റ്സ് ആൻഡ് ദസ് ഫ്രീക്വന്റ് ഡെലിവറി. വെറാസ് ഇൻ ഡെവോപ്സ് CI/CD ആണ് അധികം ഫോക്കസ് ചെയ്യുന്നത്, കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ, കണ്ടിന്യൂസ് ഡെവലപ്മെന്റ്. ഡെവോപ്സിന്റെ സ്കോപ്പ് എൻറ്റയർ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സൈക്കിൾ, ആസ് ഇൻ ഇനിഷ്യേഷൻ തൊട്ട് ഓപ്പറേഷൻസ്, ആസ് ഇൻ മെയിൻ്റനൻസ്
ഡെവലപ്മെന്റ് മാത്രമാണ് എടുക്കുന്നത്. റൈറ്റ്? ഇതിനകത്ത് അജൈലിനകത്ത് ഇതിന്റെ ഏറ്റവും വലിയ ഡിഫറൻസ് ഇതാണ്. അജൈലിലെ ഓട്ടോമേഷൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഡെവില് മാത്രമാണ്, ഓൺലി ഓൺ ഡെവലപ്മെന്റ്. Whereas DevOps focus on automation throughout the life cycle, right? Even into operations, this automation is focused. So, do you see any similarity here within Agile and DevOps? I see a lot of it, but do you see anything? Any similarities between DevOps? Anybody? Sherry answers on the Idu discussion ana, oru free for all discussion. You can tell me what you think and we'll take it from there. That's the best way to learn. What do you think is similarity between Agile and DevOps? So what is the key difference that you see? Development is the same, but process differs? In a way, yes. ഞാൻ എന്താ കാണുന്നതെന്നറിയോ? ഞാൻ കാണുമ്പം അജൈൽ പ്രോജക്റ്റിനെ കുറച്ചൊന്ന് വലിച്ചു നീട്ടി ഓപ്പറേഷൻസും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ ഡെവോപ്സ് ആയി അല്ലേ? രണ്ടിന്റെയും ഗോള് സെയിം ആണ്, സ്പീഡും ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക. ക്വാളിറ്റി എങ്ങനെ അജൈൽ ഇംപ്രൂവ് ചെയ്യുന്നത്? കോൺസ്റ്റന്റ് ഫീഡ്ബാക്ക്. ഡെവോപ്സ് അത് തന്നെ ചെയ്യുന്നത്, റൈറ്റ്? പക്ഷേ only thing is DevOps covers end to end, Agile only covers this development cycle. In other words, I always describe DevOps as Agile applied beyond software team or collaboration. ഒരു സോഫ്റ്റ്വെയർ ടീമിൽ മാത്രം ചുരുങ്ങി നിൽക്കാതെ അജൈലിനെ ഞാൻ അടുത്ത ലെവലിലോട്ടുകൂടി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് DevOps. This is just an introduction, just for you to understand where I'm sorry. നമുക്ക് ജിറ നോക്കാം. ജിറ എന്ന് പറയുന്നത് ഒരു പ്രോജക്ട് മാനേജ്മെന്റ് ടൂൾ. പ്രോജക്ട് മാനേജ്മെന്റ് ടൂൾ മാത്രമല്ല, ഇറ്റ്സ് എൻ ഓപ്പറേഷൻസ് ടൂൾ, ഇറ്റ്സ് എ DevOps ടൂൾ. യു ക്യാൻ ഓൾസോ കോൾ ഇറ്റ് എൻ ഇൻസിഡന്റ് മാനേജ്മെന്റ് ടൂൾ. നമ്മൾ എങ്ങനെയാണ് ജിറയെ ലെവറേജ് ചെയ്യുന്നത്, അങ്ങനെയാണ് ജിറ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ലെവറേജ് ചെയ്യാനും കസ്റ്റമൈസ് ചെയ്യാനും ജിറയിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പോപ്പുലർ ആയ ഒരു ടൂൾ. ജിറ എന്ന് പറയുന്നത് അറ്റ്ലാസിയൻ എന്ന് പറഞ്ഞ കമ്പനി, യു ഓൾ ഹേർഡ് ഓഫ് അറ്റ്ലാസിയൻ, ഐ എം വെരി ഷുവർ. അറ്റ്ലാസിയൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ പ്രൊപ്രൈറ്ററി ടൂളാണ്. ഞാൻ ഇതിനെ എൻഡോർസ് ചെയ്യുന്ന ആളല്ല, ബട്ട് ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ ഹാവ് സീൻ സേവ്സ് മീ എ ലോട്ട് ഓഫ് ടൈം. എനിക്ക് എല്ലാം കൂടി ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ട് എനിക്ക് ട്രാക്ക് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാനും ഭയങ്കര ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് ജിറ. മിക്ക ഓർഗനൈസേഷൻസിലും ഇപ്പം ജിറയാണ് യൂസ് ചെയ്യുന്നത്. വേറെ ഉണ്ട്, ട്രെലോ യൂസ് ചെയ്യുന്നവരുണ്ട്, ഇപ്പോഴും മൈക്രോസോഫ്റ്റ് പ്രോജക്റ്റ് ഉപയോഗിക്കുന്നവരുണ്ട്, എക്സൽ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരുണ്ട്, റൈറ്റ്? സോ ഡിപ്പെൻഡിങ് ഓൺ യുവർ ഓർഗനൈസേഷൻ, your tools will vary. Your project management information systems will vary. Jira is largely used as a PMIS, a project management information system. But ഇതിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് എടുക്കാം, റൈറ്റ്? എന്തുകൊണ്ടാണ് ജിറ യൂസ് ചെയ്യുന്നത്? വളരെ ഈസിയാണ് കോൺഫിഗർ ചെയ്യാൻ, റൈറ്റ്? മറ്റേ ജാവ പറഞ്ഞ പോലെ ജാവ ഇസ് ഈസി ടു മെയിൻറ്റെയിൻ, അത് തന്നെയാണ് ഇവിടെ സംഭവം. പക്ഷെ ഇത് എങ്ങനെയാണെന്നുള്ളതാണ് പലർക്കും ഒരു ബുദ്ധിമുട്ടുള്ളത്. കാരണം ഈ ടൂള് നമുക്ക് ആർക്കും ഓർഗനൈസേഷനിൽ നമുക്കിത് എന്താ പറയുക, വി ഡോണ്ട് ഗെറ്റ് ടു പ്ലേ അറൗണ്ട് വിത്ത് ഇറ്റ്, അല്ലേ? യു വിൽ ഹാവ് എൻ അഡ്മിൻ ടീം ഹു ഡിസൈഡ്സ് ആർക്ക് എന്ത് ആക്സസ് കൊടുക്കണം എന്നുള്ള അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. നമുക്കിത് എടുത്ത് വെച്ചൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനോ ഇതെടുത്ത് പണിയാനോ ഉള്ള ഒരു സ്വാതന്ത്ര്യം ഓർഗനൈസേഷന് കിട്ടാറില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഞാൻ ഇന്ന് എന്താ ചെയ്തതെന്ന് പറയാം. ഞാൻ ഇന്ന് രാവിലെ ഇരുന്ന് ഒരു അക്കൗണ്ട് എൻ്റെ ഇമെയിൽ ID വെച്ച് അറ്റ്ലാസിയനിൽ ലോഗിൻ ചെയ്തു. അറ്റ്ലാസിയനിൽ ജിറ എന്ന് കൊടുക്കുമ്പോൾ തന്നെ ഐ ഗെറ്റ് ആൻ ഓപ്ഷൻ ടു ട്രൈ ജിറ ഫോർ ഫ്രീ. ട്രൈ ജിറ ഫോർ ഫ്രീ എന്ന് പറയുമ്പോൾ ഒരു ട്രയൽ വേർഷൻ 30 days കിട്ടും. പക്ഷെ ആ ട്രയൽ വേർഷന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. 3 users ആ ട്രയൽ വേർഷൻ, ഇപ്പം എൻ്റെ പേരിൽ ക്രിയേറ്റ് ആയ ഈ വേർഷൻ ഐ ക്യാൻ ഷെയർ ഇറ്റ് വിത്ത് 2 other users. 2 പേർ കൂടി അത് കൊടുക്കാൻ പറ്റും. നമുക്ക് 3 പേർക്കും അതിൽ തന്നെ ഒരു പ്രോജക്ട് ക്രിയേറ്റ് ചെയ്ത് ടാസ്ക് അസൈൻ ചെയ്ത് ഐ ക്യാൻ പ്ലേ അറൗണ്ട് വിത്ത് ഇറ്റ്. വാട്ട് ഡസ് ഇറ്റ് ലുക്ക് ലൈക്ക്? ജസ്റ്റ് ഗിവ് മീ എ സെക്കൻഡ്. ഞാൻ അതൊന്ന് ഷെയർ ചെയ്യട്ടെ വിൻഡോ. കാണുന്നുണ്ടോ? യോർ വർക്ക് കാണുന്ന ഒരു വിൻഡോ കാണുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഐഡിയലി വി സ്റ്റാർട്ട് വിത്ത് എ പ്രോജക്ട്. ജിറയ്ക്കകത്ത് ഈ ഹൈറാർക്കി ഉണ്ട് എങ്ങനെ തുടങ്ങണം എന്നുള്ളത്. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന പ്രോജക്ട് ഓബ്വിയസ്ലി എനിക്ക് ഫസ്റ്റ് ഒരു സോഴ്സ് വേണമല്ലോ, എവിടെ നിന്ന് ഇത് തുടങ്ങും. ആദ്യം ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് എൻ്റെ പ്രോജക്റ്റ് ആയിരിക്കും. ഇപ്പൊ ലെറ്റ്സ് സേ
ഇതിനകത്ത് സാമ്പിൾ പ്രോജക്റ്റ് എടുത്തേക്കുന്നത്. ഗോ ടു മാർക്കറ്റ് സാമ്പിൾ എന്നുള്ളത് ഓൾറെഡി ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഞാൻ എന്റെ യൂസർ സ്പേസ് ക്രിയേറ്റ് ചെയ്ത് വന്നപ്പോൾ തന്നെ ഈ പ്രോജക്റ്റ് അതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് വന്ന് ഞാനത് ലോഡ് ചെയ്തതേ ഉള്ളൂ. സോ വാട്ട് ഇസ് എ ജിറ പ്രോജക്ട്? ജിറ പ്രോജക്ട്, ഒരു പ്രോജക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ, ഒരു ഔട്ട്കം എത്താൻ വേണ്ടി ചെയ്യുന്ന കുറെ ആക്ടിവിറ്റീസ് ആണ്. ഈ ആക്ടിവിറ്റീസ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബക്കറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ ആയിട്ടാണ് നമുക്ക് ജിറയിലെ പ്രോജക്റ്റ് കാണാൻ പറ്റുന്നത്. ആ പ്രോജക്റ്റിനകത്ത് എനിക്ക് ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ഇടാം, അത് അസൈൻ ചെയ്യാം, ഒരു യൂസറിന് അസൈൻ ചെയ്യാം, ഡ്യൂ ഡേറ്റ് ഇടാം, അതിന്റെ വർക്ക് ഫ്ലോ എനിക്ക് ഡിഫൈൻ ചെയ്യാം, പ്രോഗ്രസ് ഡിഫൈൻ ചെയ്യാം, റൈറ്റ്? ഇതെല്ലാം എനിക്ക് ഇതിൽ പറ്റും. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. See, let's say I want to create a project. പ്രോജക്റ്റിൽ തന്നെ പലതരമുണ്ട്. You see this? Software development projects, service management projects, work management, product management, marketing, HR. You talk about a corporate, you talk about an organization. അതിൽ വേണ്ട അതിനകത്തുള്ള ഏത് ഡിപ്പാർട്ട്മെന്റിനും കേറ്റർ ചെയ്യുന്ന ഒരു ടൂളാണ് ജിറ. I'm just going to software development. We'll cover this in another session, or you can reach out to me otherwise. But here I'm just going to stick to software development. Software development തന്നെ you have Kanban. Kanban use ചെയ്യുന്ന എവിടെ യൂസ് ചെയ്യുന്നതെന്ന് അറിയോ ആർക്കെങ്കിലും? Where do we use Kanban? It is an agile framework, but where do we use it? Anyone? Just type it in or unmute and speak. Maintenance or continuous Operations. operation. Right? Correct. Maintenance. Continuous activities use ചെയ്യുന്നതാണ് Kanban. സ്ക്രം എന്ന് പറയുന്നത് ഒരു ഡെവലപ്മെന്റ് അജൈൽ ഫ്രെയിംവർക്ക് ആണ്, ലാർജ്ലി യൂസ് ഫോർ ഡെവലപ്മെന്റ് പ്രോജക്ട്സ്. ടോപ്പ് ലെവൽ പ്ലാനിങ്, ഇത് പ്രീമിയം ആണ്, ഇത് കാണാനും കൂടി പറ്റുമെന്ന് തോന്നുന്നില്ല. ടോപ്പ് ലെവൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് ഇപ്പം ആസ് എ പ്രോജക്ട് മാനേജർ അല്ലെങ്കിൽ ആസ് എ പ്രോഗ്രാം മാനേജർ എനിക്ക് മൾട്ടിപ്പിൾ പ്രോജക്ട്സിന്റെ സ്റ്റാറ്റസസ് കാണണമെങ്കിൽ ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ ക്യാൻ സെറ്റ് അപ്പ്. എനിക്ക് അതിനനുസരിച്ചുള്ള റൈറ്റ്സ് തരണം എന്റർപ്രൈസിൽ, ബട്ട് ഇവിടെ എനിക്കത് പറ്റും. ഇഫ് ദർ ആർ മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ടു വിച്ച് ഐ ആം ലിങ്ക്ഡ്, എനിക്ക് ഇവിടെ അത് സെറ്റ് ചെയ്യാൻ പറ്റും. സെയിം ഗോസ് ഫോർ ക്രോസ് ടീം പ്ലാനിങ്. ടീം പ്ലാനിങ്, ഇതിനകത്തെ ഫോക്കസ് ടീമാണ്. ഇത് ചെയ്താൽ ആ പെർസ്പെക്ടീവില് വരെ വ്യത്യാസം വരുത്തിക്കൊണ്ടാണ് ജിറയിലെ പ്രോജക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പ്രോഡക്റ്റ് റോഡ് മാപ്പ്, ഒരു പ്രോഡക്റ്റ് എങ്ങനെ ഇരിക്കണം എന്നത് എനിക്ക് ജിറയിലൂടെ ഡിഫൈൻ ചെയ്യാം. ആൻഡ് ബഗ് ട്രാക്കിംഗ്, ഇതാണ് ഞാൻ പറഞ്ഞ ഇൻസിഡന്റ് മാനേജ്മെന്റ്. ഒരു ബഗ് വന്നു, ഒരു എറർ വന്നു, അപ്പം അതെങ്ങനെ എടുക്കാം, എങ്ങനെ ഒരു ഇഷ്യൂ, ഒരു ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്യാം, ആർക്ക് പോകണം, ഇതെല്ലാം എനിക്ക് ഇതിലൂടെ ഇത് നോക്കാൻ പറ്റും. റൈറ്റ്? That's a type of projects that you can create on Jira. ഇതിനകത്ത് വേറൊരു സബ് ഡിവിഷൻ ഉണ്ട്. You have and company managed projects. Team managed projects and company managed projects. Team managed projects എന്ന് പറയുന്നത് ഞാനും എൻ്റെ ടീമും ആണ് ഇതിനകത്തെ അഡ്മിൻസ്. എനിക്ക് ഡിസൈഡ് ചെയ്യാം ഇതിനകത്ത് എന്ത് ചെയ്യണം എന്നുള്ളത്. Let's say I'm going to create a scrum. Select a project type. ഇതുണ്ടോ ലാസ്റ്റിൽ കിടക്കുന്നുണ്ടോ? I'm going to use a template here. See, ടീം മാനേജ്ഡ്. ഇതിനകത്ത് ആ ടീമിലുള്ള ആർക്കൊക്കെ ഈ പ്രോജക്റ്റിൽ ആക്സസ് ഉണ്ടോ, ആർക്കൊക്കെ ഈ പ്രോജക്റ്റിനകത്ത് ഞാൻ റൈറ്റ്സ് കൊടുത്തിട്ടുണ്ടോ, അവർക്കൊക്കെ ഈ പ്രോജക്റ്റിലുള്ള കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാം. കമ്പനി മാനേജ്ഡ് ആകുമ്പോഴാണ് എന്റർപ്രൈസ് ലെവലിൽ വരുന്നത്. കമ്പനി ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. കമ്പനി മാനേജ്ഡിൽ യു വിൽ ഹാവ് ആൻ അഡ്മിൻ ടീം, അവർക്ക് മാത്രമേ അഡ്മിൻ റൈറ്റ്സ് ഉണ്ടാവുള്ളൂ. ടീം മാനേജ്മെന്റിൽ ഇത് ആർക്ക് വേണേൽ ചെയ്യാന്നുള്ളതാണ്. റൈറ്റ്? ഞാൻ പ്രോജക്ട് സെറ്റ് ചെയ്യുന്നില്ല, ഇത് ജസ്റ്റ് ഒരു ഇൻട്രോ ആണ്. ഇങ്ങനെയെല്ലാം നമുക്ക് ജിറ ലെവറേജ് ചെയ്യാം ഇൻ കേസ് ഓഫ് ക്രിയേറ്റിംഗ് എ പ്രോജക്ട്. നൗ പ്രോജക്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തു. പ്രോജക്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് എനിക്കറിയാം എൻ്റെ പ്രോജക്ട് എന്താണ്. ലെറ്റ്സ് സേ ഞാൻ ഐ എം ട്രൈങ് ടു ബേക്ക് എ കേക്ക്. ഒരു കേക്ക് ബേക്ക് ചെയ്യാനാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. കേക്ക് ബേക്ക് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ആക്ടിവിറ്റിയാണ് അല്ലെ? അതിനകത്ത് വേറെ കുറെ ചെറിയ കാര്യങ്ങൾ വരും. നമ്മൾ ഫസ്റ്റ് ലുക്കിൽ അറിയാത്തതും കുറെ ആക്ടിവിറ്റീസ് വരും. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ ജിറയ്ക്കകത്ത് ഇടുന്നത്? ജിറയില് ഇപ്പം ഇത് ഞാൻ സ്ക്രം എന്ന് തുറന്നപ്പോ യു സോ ദീസ്, കണ്ടോ, ഇഷ്യൂ ടൈപ്സ്. ഈ ഇഷ്യൂ ടൈപ്സ് വെച്ചാണ് ഞാൻ ആക്ടിവിറ്റിയുടെ സ്കെയിൽ ഡിഫൈൻ ചെയ്യുന്നത്. ഇതിനകത്ത് ഈ പറയുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? നമ്മള് വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക്, വാട്ട് ഇറ്റ്സ്, അതിന്റെ സ്കോപ്പ് എന്താണ്, ഇതൊന്നും നമ്മൾ പറയുന്നില്ല. ഇഷ്യൂ എന്ന് പറയുന്നത് an activity to be done. But below that you see this epic, story, bug, task, subtask. ഇതാണ് ടൈപ്പ് ഓഫ് ഇഷ്യൂസ്. ടൈപ്പ് ഓഫ് ഇഷ്യൂസ് എന്ന് വെച്ചാൽ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് ഹാസ് ടു ബി ഡൺ ഫോർ ദ പ്രോജക്ട് ടു ബി കംപ്ലീറ്റഡ്. എപ്പിക് എന്ന് പറയുന്നത് ഒരു ലാർജ് ചങ്ക് ഓഫ് വർക്ക് ആണ്. ഫോർ ഇൻസ്റ്റൻസ് ബേക്ക് എ കേക്ക് ആണ് എൻ്റെ പ്രോജക്ട്.
ഇതിനകത്തൊരു എപ്പിക് ആയിരിക്കും എന്തായിരിക്കും, റോ മെറ്റീരിയൽ അല്ലെങ്കിൽ റോ ഇങ്സ് ചെയ്യാന്നുള്ളത്. റൈറ്റ്, ലെറ്റ്സ് സേ അതൊരു എപ്പിക്കായി. ആ എപ്പിക്കിന്റെ താഴെയാണ് അടുത്ത ടാസ്കോ യൂസർ സ്റ്റോറിയോ വരുന്നത്. ഇപ്പൊ യൂസർ സ്റ്റോറിയും പറഞ്ഞു, ഞാൻ ടാസ്കും പറഞ്ഞു, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? യൂസർ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു പെർസോന, ഒരു പീപ്പിൾ പെർസ്പെക്റ്റീവ് എന്നാണ്, ഒരു യൂസറിന്റെ പെർസ്പെക്റ്റീവ് എന്നാണ്. ഫോർ ഇൻസ്റ്റൻസ്, ഇൻ ദിസ് കേസ് ബേക്കിംഗ് എ കേക്ക്, 2 യൂസർ ഉണ്ടാവും. ഒന്ന് ആരാണ്? ആക്ച്വൽ ബേക്കർ, മറ്റേ യൂസർ ആണ് കൺസ്യൂമർ. അപ്പൊ റോ മെറ്റീരിയൽ മിക്സ് ചെയ്യുന്നത് ഉള്ളത് അവസാനത്തെ, ഇപ്പം പിള്ളേരുള്ള വീട്ടിലാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ട്, അത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ യു ലിക്ക് ഓഫ് ദ സ്പൂൺ, റൈറ്റ്? സോ ദാറ്റ് ഈസ് യുവർ, ആസ് എ കൺസ്യൂമർ, I want to be present, അല്ലെങ്കിൽ I want to mix the raw ingredients so that I can lick the spoon. This is a user story. As a baker, I want to mix the raw ingredients so that I can bake my perfect cake. This is a user story. ഇത് രണ്ടിലും എന്താ പറഞ്ഞ ആദ്യം? ആസ് എ കൺസ്യൂമർ, ആസ് എ ബേക്കർ. 2 യൂസേഴ്സിന് 2 തരത്തിലുള്ള സ്റ്റോറി ആയിരിക്കും. That's a user story. Any questions? Anything at all? Unmute and speak. That's easy. No. Okay. അപ്പൊ ഇത് യൂസർ സ്റ്റോറി. ഇത് പെർസ്പെക്റ്റീവ് ബേസ്ഡ്, യൂസർ ബേസ്ഡ്, പെർസോണ ബേസ്ഡ് ആണ് യൂസർ സ്റ്റോറീസ് എഴുതുന്നത്. ഇതെല്ലാം കിടക്കുന്ന എവിടെയാണ്? മിക്സ് റോ മെറ്റീരിയൽസ് എന്നുള്ളൊരു എപ്പിക്കിന്റെ താഴെ. അപ്പൊ ടാസ്ക് എന്താണ്? ടാസ്ക് എന്തായിരിക്കും? ടാസ്ക് എന്ന് പറയുന്നത് യൂസർ ആക്ടിവിറ്റീസ് അല്ല, യൂസർ ഇൻഡിപെൻഡന്റ് ആണ് ടാസ്ക്. എന്തായിരിക്കും? ഗെറ്റ് എ ബൗൾ. ബൗൾ ഇപ്പൊ ആരാണേലും റോ ഇൻഗ്രീഡിയന്റ് മിക്സ് ചെയ്യാൻ എനിക്ക് ബൗൾ വേണം. സോ ഗെറ്റ് എ ബൗൾ ഇസ് മൈ ടാസ്ക്, റൈറ്റ്? അല്ലെങ്കിൽ എന്താ പറയാ, മെഷർ ഔട്ട് ഫ്ലവർ, ദാറ്റ് ഇസ് എ ടാസ്ക്. അതിപ്പോ ആരായാലും ബേക്കറിനും ചെയ്യാം, കൺസ്യൂമറിനും ചെയ്യാം. മെഷർ ഔട്ട് ഫ്ലവർ, ദിസ് ഇസ് എ ടാസ്ക്. യൂസർ ഇൻഡിപെൻഡന്റ് ആക്ടിവിറ്റീസിനെയാണ് ലാർജ്ലി ടാസ്ക് എന്ന് വിളിക്കുന്നത്. ബട്ട് ഒരു ഓർഗനൈസേഷൻ പെർസ്പെക്റ്റീവിൽ നിന്ന് എനിക്ക് വേറെ എവിടെയും സ്ലോട്ട് ചെയ്യാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും ടാസ്ക് ആയിട്ടാണ്. എനിക്ക് ഇന്ന കാര്യങ്ങൾ ഇവിടെ എവിടെയും സ്ലോട്ട്, ഇപ്പം ലെറ്റ്സ് സേ എ സോഫ്റ്റ്വെയർ സെറ്റപ്പ്, ജാവ അപ്ഗ്രേഡ്, ദിസ് വിൽ ബി എ ടാസ്ക്, റൈറ്റ്? അല്ലെങ്കിൽ ലെറ്റ്സ് സേ സെർവർ ക്ലീനപ്പ്, യൂസർ സ്റ്റോറി ക്ലീനപ്പ് വരെ ടാസ്ക് ആണ്. കാരണം ഇത് വേറെ എവിടെ എനിക്ക് സ്ലോട്ട് ചെയ്യാൻ പറ്റില്ല, ആൻഡ് ഇറ്റ് ഹാസ് ടു ബി ഡൺ. ചെയ്തേ പറ്റൂ എന്നുള്ള കാര്യങ്ങൾ, ആര് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള കാര്യങ്ങൾ ടാസ്ക് ആയിട്ടാണ് മാപ്പ് ചെയ്യുന്നത്. സബ് ടാസ്ക് എന്താണ്? ആ ടാസ്കിന്റെ താഴെ വരുന്ന ചെറിയ കാര്യങ്ങൾ. ഇപ്പൊ ബൈ റോ മെറ്റീരിയൽസ് എന്നുള്ളത്, അല്ലെങ്കിൽ ബൈ ഫ്ലവർ. സബ് ടാസ്ക് എന്തായിരിക്കും? ബൈ ബോത്ത്, മൈദയും വേണം, അരിപ്പൊടിയും വേണം. ഇത് രണ്ടും അതിന്റെ സബ് ടാസ്ക് ആയിരിക്കും. ബൈ മൈദ, ബൈ റൈസ് ഫ്ലവർ. ഞാൻ എക്സാമ്പിൾ പറയാണ്, കോർപ്പറേറ്റ് സെഗ്മെന്റിലേക്ക് യു ആർ ഡെഫിനറ്റ്ലി നോട്ട് ഗോയിങ് ടു ബേക്ക് എ കേക്ക്, റൈറ്റ്? അപ്പൊ ടാസ്ക് സബ് ടാസ്ക് ആയി. പിന്നുള്ളത് ബഗ് എന്താണ്? ഐ തിങ്ക് ഓൾ ഓഫ് യു നോ വാട്ട് എ ബഗ് ഇസ്. എന്താണ് ബഗ്? What is a bug? Anybody? Just unmute and speak. What do you think is a bug? Error. നമ്മുടെ ഒരു ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ അകത്തുനിന്ന് വരാം, അല്ലെ അത് വർക്ക് ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് എ ബഗ്. ഞാൻ എക്സ്പെക്ടഡ് രീതിയിലല്ല അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ ബഗ്, റൈറ്റ്? എറേഴ്സ് ത്രോ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ ബഗ്. ഞാൻ ഇപ്പം ഐ എം എക്സ്പെക്ടിങ് ഇറ്റ് ടു സേ 2 + 2 = 4. ഇഫ് ഇറ്റ് സേസ് 5, there is a bug there. ആ കാൽക്കുലേഷനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 2 + 3 is 5 എന്നുള്ളിടത്ത് 6 കാണിക്കുന്നുണ്ടോ? There is a bug there. ആ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആണ്. Again, these things are called bugs. അപ്പം when you create a project under Scrum, you will have 5 issue types, right? Now just വേറൊരു പ്രോജക്ട് ചുമ്മാ നോക്കാം. Kanban-ലും അതുണ്ട്. പക്ഷെ പ്രോഡക്റ്റ് റോഡ് മാപ്പിൽ കണ്ടോ? There is only idea. There is only an idea. You will not have epics, user stories and all of it. കാരണം എന്തുകൊണ്ടാണ്? റോഡ് മാപ്പിനകത്ത് നമ്മൾ വിഷ്വലൈസ് ആണ് ചെയ്യുന്നത് ഈ പ്രോഡക്റ്റിന്റെ പാത്ത് എന്തായിരിക്കും എന്നുള്ളത്. സോ അതിനകത്ത് എനിക്ക് ഐഡിയാസ് മാത്രമേ ഇടാൻ പറ്റൂ. അതിനകത്ത് എക്സിക്യൂഷൻ ഇല്ല, വ്യൂ ഓൺലി, അണ്ടർസ്റ്റാൻഡ് ഓൺലി. അതിനകത്ത് എക്സിക്യൂഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഐഡിയ നടക്കുന്നത്. ബട്ട് ദെൻ this can be mapped to a project road, but then that's a different discussion altogether. And namukku angodu ponda, we just leave it at that. Any questions here so far? Yeah, I have one. Yeah.
ഇറ്റ്സ് റിഗാർഡിംഗ് ദ ടാസ്ക്. എവിടെയാണ് നമ്മൾ ടാസ്ക് ശരിക്കും പ്ലേസ് ചെയ്യുക ആക്ച്വലി? എപ്പിക്കിന്റെ താഴെയോ അതോ സ്റ്റോറിയുടെ താഴെയോ? ബിക്കോസ് Epicന്റെ വൺസ് താഴെ സ്റ്റോറി കംസ് you can put it under an both epic, ways. you can put it under a story. It depends on where you want that task to be run. If let's say your task is you are setting up a JD in a system and you need a JDK for that. നിങ്ങളത് Okay. അത് ഒരു എപ്പിക് ആണോ അതൊരു യൂസർ സ്റ്റോറി ആണോ എന്നുള്ള ക്ലാസിഫിക്കേഷൻ അനുസരിച്ചായിരിക്കും ഈ ടാസ്ക് എവിടെ, ഈ JDK എന്നുള്ള ടാസ്ക് എവിടെ കിടക്കുന്നെന്നുള്ളത്. മനസ്സിലായോ? Okay, Setting okay, up a understood. Java environment, you can either classify it as an epic or a user story depending on where you are in the project. ആ പ്രോജക്റ്റിൽ അത് എവിടെ വരുന്നതിനനുസരിച്ചാണ് എപ്പിക്. ഇപ്പം ഇത്രയും എൻവയറമെന്റ്സിൽ ഈ JD സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി an epic. If you're only looking at couple of systems, you can leave it as a user story. അപ്പൊ എന്താവും, JDK setup will be under user story. Here in this case, there it will be under epic. അതാണ് ഡിഫറൻസ്. Okay, okay, understood. Because I'm a product manager, അതുകൊണ്ടാണ് I am working with the user story, so that's why I checked. Okay. You can place it anywhere, even subtasks. You can either place it, Okay. the hierarchy is just like that. There are certain organizations which don't stick to epics user stories. They have features, epics features epics. അവരുടെ പ്രോസസ് അനുസരിച്ചാണ് ആ ഹൈറാർക്കി ഡിഫൈൻ ചെയ്യുന്നത്. ജിറയുടെ ഇൻഹെറന്റ് ഏറ്റവും സിംപ്ലസ്റ്റ് മോഡലാണിത് ഞാനിപ്പോ പറഞ്ഞത്. എപ്പിക് യൂസർ സ്റ്റോറീസ് ടാസ്ക്, ആക്ച്വലി യൂസർ സ്റ്റോറീസ് ആൻഡ് ടാസ്ക് ക്യാൻ എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി. ഒരു എപ്പിക്കിന്റെ താഴെ 10 യൂസർ സ്റ്റോറിയും 10 ടാസ്കും അങ്ങനെ നിൽക്കാം. എപ്പിക്കിന്റെ താഴെ ഒരു ഫീച്ചർ വന്ന് ആ ഫീച്ചറിന്റെ താഴെ യൂസർ സ്റ്റോറീസ് അങ്ങനെയും വരും. ദാറ്റ് ഡിപെൻഡ്സ് ഓൺ യുവർ ഓർഗനൈസേഷണൽ ഫ്ലോ. ഇൻ ജിറ ഇറ്റ്സ് ജസ്റ്റ് എപ്പിക്. User stories and tasks are equally leveled, or tasks can be under a user story and subtasks. Okay, got it. Anything else? Any other questions? എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. Sure. നമ്മൾ ഈ സ്ക്രമ്മും കാൻബാനും എവിടെയാ യൂസ് ചെയ്യണേന്ന് ചോദിക്കുമ്പോൾ, ഓക്കെ, സ്ക്രമ്മില് ഫിക്സ്ഡ് സ്പ്രിന്റ്സ് ഉള്ള ഇതിൽ യൂസ് ചെയ്യും, കാൻബാൻ ഒരു കണ്ടിന്യൂസ് ഇതില്. അതെ. അപ്പൊ നമുക്ക് ഓക്കെ സ്ക്രം മനസ്സിലാവുന്നുണ്ട്, ഡെവലപ്മെന്റ് ഇതിലാ യൂസ് ചെയ്യാം. കാൻബാൻ അതുപോലെ പറയുമ്പോൾ നമ്മൾ ഡെവോപ്സ് എന്ന് പറയാമോ, അതോ എന്താ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം? നമുക്ക് ഡെവോപ്സിലും ഡെവലപ്മെന്റിന് നമുക്ക് കാൻബാൻ യൂസ് ചെയ്യാം. നമ്മുടെ പ്രോജക്റ്റിന്റെ അർജൻസിയും പ്രഡിക്റ്റബിലിറ്റി വർക്ക് യൂസ് ചെയ്യുന്നു നോക്കുന്നത്. ഇപ്പൊ കാൻബാൻ ലെറ്റ്സ് സേ എനിക്ക് ഇന്റേണൽ പ്രോജക്റ്റ് ആണ്, എന്റെ ഇന്റേണൽ പ്രോജക്റ്റ് ആണ്, എനിക്ക് കുറെ കാര്യങ്ങൾ ആ പ്രോജക്റ്റിനകത്ത് അറിയില്ല. ഒരു R&D പ്രോജക്റ്റ് ആണെന്ന് വിചാരിക്കുക. R&D പ്രോജക്റ്റിനകത്ത് ഞാനൊരു സ്പ്രിന്റ് സൈക്കിൾ ഫിക്സ് ചെയ്ത് ഇന്ന കാര്യങ്ങൾ 2 ആഴ്ചക്കകം ഡെലിവർ ചെയ്യുമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല, അല്ലെ? തിങ്ക് അബൌട്ട് ഇറ്റ്. ഇറ്റ് ഇസ് സംതിങ്. ഇപ്പൊ ഒത്തിരി ഞാൻ വായിച്ച് പഠിച്ചാല്, ഒത്തിരി ആൾക്കാരോട് സംസാരിച്ച്, കുറെ സർവേസ് എടുത്ത്, കുറെ ഡേറ്റ കളക്ട് ചെയ്ത് ഞാൻ കൊണ്ടുവന്ന ഒരു റിസൾട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ അതൊരു സ്പ്രിന്റിനകത്ത് നടക്കണമെന്നില്ല. അവിടെ I can use Kanban if it is a development project. But let's say it's ഇപ്പം ഒരു ഓപ്പറേഷൻസ് മോഡിൽ ഒരു ഇൻസിഡന്റ് വന്നു, ആ ഇൻസിഡന്റ് ഒരാൾ എടുത്തു, വർക്ക് ചെയ്തു, അതിനും സ്പ്രിന്റ് വെക്കാൻ പറ്റില്ല, ഡിപ്പെൻഡൻസീസ് വരും. അങ്ങനെയുള്ളിടത്താണ് ഐഡിയലി കാൻബാൻ വെക്കുന്നത്. നമുക്ക് ഡിപ്പെൻഡൻസീസ് ഉടനെ ഫസ്റ്റ് ലുക്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു കംപ്ലീഷൻ ഡേറ്റ് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കാൻബാൻ യൂസ് ചെയ്യുന്നത്, വിച്ച് ഇസ് ലാർജ്ലി ഇൻ ഓപ്പറേഷൻസ് മെയിൻ്റനൻസ് മോഡ്. സ്ക്രം യൂസ് ചെയ്യുന്നപ്പോഴാണ് എനിക്ക് നോൺ കാര്യങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്തു പോവാം, ഇത്ര എനിക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം, ഈ കാര്യം എനിക്ക് 2 ദിവസത്തിൽ കൊടുക്കാൻ പറ്റും എന്ന ഒരു ലാർജർ ഐഡിയ ഉണ്ടെങ്കിൽ മാത്രം സ്ക്രം യൂസ് ചെയ്യാം. സോ ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ഹൗ മച്ച് യു നോ അബൌട്ട് ദ പ്രോജക്ട് ഓർ ദി ഓപ്സ് വർക്ക് ദാറ്റ് യു ആർ ഡൂയിങ്. അതനുസരിച്ചാണ് ഈ ഫ്രെയിം വർക്ക് എടുക്കുന്നത്. ക്ലിയർ ആയോ? Did I answer your question? ക്ലിയർ ആണ് മാം. അപ്പോ Rashmi, call me Rashmi please. Yeah. ഓക്കെ, സോ സ്ക്രമ്മില് മീൻസ് ഇപ്പൊ നമ്മളൊരു പ്രൊജക്ട് സ്ക്രം ആണെന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ അതിനകത്ത് അനാലിസിസ് സ്റ്റോറീസ് വീഴുമല്ലോ. പക്ഷെ R&Dയുടെ ലെവൽ ആയിരിക്കും നോക്കുന്നത്. ഇറ്റ് ഇസ് നോട്ട് കംപ്ലീറ്റ്ലി അൺനോൺ. നമ്മൾ അറിയുന്ന ഒരു ഫീൽഡിനകത്ത് അറിയാത്ത ഒരു ചെറിയ കാര്യമായിരിക്കും അതിനകത്ത് R&D വരുന്നത്. അനാലിസിസ് സ്റ്റോറീസ് വർക്ക് ചെയ്തിട്ടുണ്ടോ ടീനോ? ചില യൂസർ സ്റ്റോറീസ് അനാലിസിസ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യും. ആ അനാലിസിസ് സ്റ്റോറീസ് യൂഷ്വലി വരുന്നത് നമുക്ക് ആ കാര്യം എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ അറിവില്ലാത്തത് കൊണ്ടാണ്. പക്ഷെ അതെന്താണ്, വലിയൊരു സ്കോപ്പിനകത്ത് ചെറിയൊരു കാര്യമാണ് എനിക്കറിയാത്ത, അതിനെനിക്ക് അനാലിസിസ് ഫിക്സ് ചെയ്ത് 2 വീക്സിനകത്ത് ഐ നീഡ് ടു സോൾവ് ഇറ്റ്. ദാറ്റ്സ് എ തിങ്. മറ്റേതല്ല, മറ്റേതൊരു ലാർജ് ഫീൽഡിൽ കംപ്ലീറ്റ് അൺനോൺസ് ആയിട്ടായിരിക്കും ഞാൻ ഡീൽ ചെയ്യുന്നത്.
ഒത്തിരി ഡിപ്പെൻഡൻസീസ്, ആ ഡിപ്പെൻഡൻസീസ് പോലും കാണാത്തടത്തായിരിക്കും ഞാൻ നിൽക്കുന്നത്. അങ്ങനെയുള്ളിടത്ത് ഐ കാൺ ഫിക്സ് എ ടൈം. 2 weeks അത് തരണോന്ന് പറയുമ്പോൾ ഐ എം പുട്ടിങ് എക്സസ് പ്രഷർ അൺവാണ്ടഡ്ലി. യു ഗെറ്റ് ദാറ്റ്? ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ്. That's how you differentiate. പിന്നെ ഒന്നും കൂടിയുണ്ട്, സ്ക്രം ബാൻ. സ്ക്രം ബാൻ എന്ന് പറഞ്ഞ ഒരു പുതിയൊരു ഡിഫറെന്റ് ഡിസ്കഷൻ. രശ്മി, sorry. Sebin, Nadeep, one of you. Okay, I will proceed. Yes. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ കൺബാൻ യൂസ് ചെയ്യണമെന്ന് അസ്യൂം ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഡെവോപ്സ് ടീമിന് കൺബാൻ ഡാഷ്ബോർഡാണ് നമ്മൾ കൊടുക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ ചില ടാസ്കുകൾ നമുക്ക് നോൺ ആണ്, ഇത്ര എസ്റ്റിമേറ്റ് വെക്കാൻ പറ്റും എന്ന് വിചാരിക്കുക. ബട്ട് ചില ടാസ്കുകൾ അത് പറ്റില്ല എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് കൺബാനിൽ തന്നെ അങ്ങനെ എസ്റ്റിമേറ്റ് വെക്കാൻ പറ്റുന്ന ടാസ്ക് ക്യാൻബാനിൽ എങ്ങനെയാന്ന് വെച്ചാൽ ആക്ച്വലി എസ്റ്റിമേറ്റ് ക്യാൻബാനിൽ ഇപ്പൊ പുതിയതായിട്ട് വന്ന ഒരു സംഭവമാണ്. മുമ്പ് ഈ എസ്റ്റിമേറ്റ് ഇല്ലായിരുന്നു. ക്യാൻബാൻ എന്ന് പറയുന്നത് മെയിൻ്റനൻസ് വർക്ക് ഓപ്പറേഷൻസിനകത്ത് ഓരോരുത്തർ ടേക്ക് യുവർ ഓൺ സ്വീറ്റ് ടൈം ആൻഡ് ഡു യുവർ വർക്ക് എന്നുള്ള രീതിക്ക് ഓടിക്കൊണ്ടിരുന്ന ഒരു മോഡലാണ് ക്യാൻബാൻ. ഓർ റാദർ പുല്ലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്റെ ടാസ്ക് 1 കഴിഞ്ഞ് ഞാൻ അടുത്ത ഇതിലോട്ട് പുഷ് ചെയ്തിട്ട് ടാസ്ക് 2 എടുക്കുകയുള്ളൂ. എനിക്കൊരു ടൈം ഫ്രെയിം എന്റെ സ്വന്തം ജഡ്ജ്മെന്റ് വെച്ചാണ് ഞാൻ ആ ടൈം ഫ്രെയിം ഫിക്സ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ബിക്കോസ് ഓഫ് ഈ മൊത്തത്തിലുള്ള ഈ ഫാസ്റ്റ് പേസ്ഡ് ഒരു എൻവയോൺമെന്റ് ആയതുകൊണ്ടാണ് കൃത്യമായി ഡെലിവറി ഡേറ്റ്സ് കൊടുക്കണമെന്ന് വന്നപ്പോഴാണ് ക്യാൻബാനിനകത്ത് എസ്റ്റിമേറ്റ്സ് ചോദിച്ചു തുടങ്ങി. ക്യാൻബാനിനകത്ത് എസ്റ്റിമേറ്റ്സ് ചോദിച്ചു തുടങ്ങുന്ന സമയത്താണ് നമ്മൾ ഈ നോൺ അൺനോൺ ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നത്. ഈവൻ ദെൻ ക്യാൻബാൻ ഇസ് എ പുൾ മെത്തഡോളജി. ക്യാൻബാനിൽ നമുക്ക് ഡെയിലി കോൾസ് ഇല്ല, you don't have planning calls, weekly ഒരു touch-up call മാത്രമേ കാണുള്ളൂ. That's because it's more of a relaxed environment. മുമ്പ് ഇപ്പൊ അങ്ങനെയല്ല. അവിടെയാണ് ഈ എസ്റ്റിമേറ്റ്സ് വരുന്നത്. നോൺ ടാസ്ക് ആണോ Sebin, if you know the task, give me an estimate, how long will you take? You don't know this, split it into how much you know, how much you don't know. ഈ questions ഒക്കെ ഇപ്പോഴാണ് വന്നു തുടങ്ങിയത്. Thank you. Adeep, you were asking something. അതെ, നമ്മള് ഇപ്പം ഒരു ഡെവലപ്മെന്റ് പ്രോജക്റ്റിന്റെ പെർസ്പെക്റ്റീവ് ചോദിക്കാണ്. ഒരു സ്ക്രം പ്രോജക്റ്റ് ഓടുവാണ്. അപ്പോ ഈ അനാലിസിസ് ടാസ്കിനെ പറ്റി പറഞ്ഞു. സത്യത്തില് ഒരു അനാലിസിസ് ടാസ്ക് എന്ന് പറയുന്ന ടാസ്ക് ഒരു പ്രോജക്റ്റ് ഓടുമ്പോൾ ഒരു പ്രോഡക്റ്റ് മാനേജർ ആണല്ലോ ഈ ബിസിനസ് റിക്വയർമെന്റും എഞ്ചിനീയറിംഗ് ലീഡർഷിപ്പും നമ്മൾ ബ്രിഡ്ജ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോ അതുപോലെ തന്നെ ഒരു പ്രോജക്റ്റിന് ടെക്നിക്കൽ അനാലിസിസും ഉണ്ട്, ബിസിനസ് പാർട്ടിലെ അനാലിസിസും ഉണ്ട്. ഏറ്റവും സിംപ്ലിഫൈ ചെയ്തത്. അപ്പൊ ഞാന് ഏത് പ്രോജക്റ്റ് ഏത് റിക്വയർമെന്റ് വന്നാലും ആ റിക്വയർമെന്റ് ആദ്യം ഒരു അനാലിസിസ് ഫേസിൽ കയറും. പക്ഷേ 2 ആഴ്ചത്തെ സ്പ്രിന്റിലുള്ള ഒരു ടാസ്ക് സത്യത്തിൽ അത് ഡെവലപ്മെന്റ് ആയിക്കോട്ടെ അതൊന്ന് പറയാൻ പറ്റൂ. കാര്യം എന്ന് വെച്ചാല് ആ ടാസ്കിന്റെ ഒരു 2 ആഴ്ചക്കകത്ത് തീരുന്ന രീതിയിൽ ഇട്ടിട്ടേ ഉള്ളൂ. പക്ഷെ അതൊരു പ്രോമിസ് അല്ലല്ലോ. അതുകൊണ്ടല്ലേ എസ്റ്റിമേറ്റ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആക്യുറേറ്റ് എന്ന് വിളിച്ചേനെ. അല്ല, അപ്പൊ നമ്മൾ അൺവാണ്ടഡ് പ്രഷർ അതിൽ ഇട്ടു എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അൾട്ടിമേറ്റ്ലി കോർപ്പറേറ്റ്സ്, സോഫ്റ്റ്വെയർ കോർപ്പറേറ്റ്സ് ഓൾ വർക്ക് ഓൺ ഡെലിവറി. എനിക്ക് ആ ഡെലിവറി പോയില്ലെങ്കിൽ എനിക്ക് റവന്യൂ ഇല്ല. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇസ് ടോപ്പ്. ആ കൺസ്ട്രെയിന്റ് നിന്നോണ്ടാണ് അജൈൽ വാസ് ഡിസൈൻ ഫോർ സോഫ്റ്റ്വെയർ പ്രോജക്ട്സ്. DevOps also for that matter. ഇത് ഡിസൈൻ ചെയ്ത് വന്നത് സോഫ്റ്റ്വെയർ പ്രോജക്ട്സിന് വേണ്ടിയിട്ടാണ്. പിന്നീടാണ് ഇത് അങ്ങോട്ട് എന്താ പറയാ മാനുഫാക്ചറിംഗിലോട്ടും കൺസ്ട്രക്ഷനിലോട്ടും ഒക്കെ എടുത്തു തുടങ്ങിയത്. ബട്ട് അപ്പോഴും അത്ര കൃത്യം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. There are only few things that they've adopted. So agile, be it agile or DevOps, they were largely brought in to actually bring in more predictability to deliveries. Speed up അല്ല, നമ്മൾ എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, കസ്റ്റമറിന് എന്താണ് കാണാൻ പറ്റുന്നത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ അജൈലും ഡെവോപ്സും എല്ലാം തന്നെ വന്നത്. അവിടെയാണ് സെബിൻ ഇപ്പൊ ചോദിച്ചത്, ഒരു ക്യാൻബാനിനകത്ത് എസ്റ്റിമേറ്റ്സ് ഇടുന്ന എന്തിനാ? മുമ്പ് ഈ ചോദ്യം ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ലാസ്റ്റ് ഒരു 8 years കൊണ്ടാണ് ഒരു ക്യാൻബാൻ ഓപ്സിനകത്ത് എസ്റ്റിമേറ്റ്സ് ചോദിച്ചു തുടങ്ങിയത്. എന്തുകൊണ്ടാണ്? There is a customer waiting at the end of it who wants to see it. അത് കൊടുത്താലേ എനിക്ക് റവന്യൂ കിട്ടുള്ളൂ. സോ യെസ്, ആ ഡെലിവറി കൺസ്ട്രെയിന്റിനകത്ത് നിന്നുകൊണ്ട് എത്രത്തോളം ഫ്ലെക്സിബിലിറ്റി കൊടുക്കാൻ പറ്റുമോ ആ ഫ്ലെക്സിബിലിറ്റിയിലാണ് ഈ എസ്റ്റിമേറ്റ്സ് ഇടുന്നത്. എനിക്ക് 2 weeksനകത്ത് ഈ സാധനം എസ്റ്റിമേറ്റ് വർക്ക് ആയില്ലെങ്കിൽ
as early as possible. You notify as early as possible. അതാണ് ഇതിന്റെ പ്രിൻസിപ്പൽ. ഇപ്പം 4th day, let's say you given an estimate of 5 days. ഈ ഒരു കാര്യം ചെയ്യാൻ 5 story pointers 5 days നമ്മൾ കൊടുത്തു. ഞാൻ ഡേയ്സ് എന്നാണ് പറയുന്നത്. സ്റ്റോറി പോയിന്റർ ഇസ് എ കോംപ്ലക്സ് കോൺസെപ്റ്റ്, അങ്ങോട്ട് കയറുന്നില്ല. 5 days ആണ് ഞാൻ എസ്റ്റിമേറ്റ് കൊടുത്തത്. 3rd day ഞാൻ അറിയാണ് ഇത് 2 ദിവസത്തിൽ തീരൂല. എപ്പോ ഞാനത് അറിയുന്നോ അന്നേരം ഞാൻ നോട്ടിഫൈ ചെയ്യാന്നുള്ളതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ അതിനുള്ള റെസൊല്യൂഷൻ. ബിക്കോസ് നമ്മൾ വീണ്ടും എസ്റ്റിമേറ്റ്സ് എന്നാണ് പറയുന്നത്, ആക്യുറേറ്റ്സ് എന്ന് പറയുന്നത്. കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് പ്രോഡക്റ്റ് ഓർഗനൈസേഷനിൽ ഈ പറഞ്ഞതുപോലെ എസ്റ്റിമേറ്റ്സിനെ എത്ര ആണെങ്കിലും വലിച്ചു നീട്ടാൻ പറ്റും, അഡ്രസ് ചെയ്യാൻ പറ്റും. പക്ഷെ സർവീസ് ഓർഗനൈസേഷനിൽ ബുദ്ധിമുട്ടാണ്. എസ്റ്റിമേറ്റ്സ് പറയുന്നത് ആരാണ്? മേളിലിരിക്കുന്നവരാണ്. താഴെ ഇരിക്കുന്നവർക്ക് എസ്റ്റിമേറ്റ്സ് അത് റിജക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഒരു 10% താഴെയാണ്. ഇല്ല, അത് റിയാലിറ്റി. അതിപ്പോ പറഞ്ഞത് റിയാലിറ്റി. പക്ഷെ നമ്മൾ സംസാരിക്കുന്നത് ഒരു ഉത്തോപ്യൻ സിനാരിയോ ആണ്. എസ്റ്റിമേറ്റ്സ് അതിപ്പോ പറഞ്ഞാണ് ആക്ച്വലി അത് നടക്കുന്നത്. ബട്ട് ഇപ്പം കുറെ കൂടി ഒരു എന്താ പറയാ, കുറെ കൂടി ഒരു ഡെവലപ്പർ ഫ്രണ്ട്ലി ആയ മോഡിലാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന സർവീസ് ഓർഗനൈസേഷനിലാണ്. ഞാൻ സ്ക്രം മാസ്റ്റർ ആണ്, അജൈൽ കോച്ച് ആണ്, റിലീസ് ട്രെയിൻ എഞ്ചിനീയർ ആണ്. അപ്പം എന്റെ ടീമിൽ ഡെവലപ്പറിന് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്. അതിനുള്ള വോയിസ്, അവർക്ക് വോയിസ് അവിടെ റേസ് ചെയ്യാം. അവർക്ക് പറ്റാത്തത് എന്തുകൊണ്ട് പറ്റൂല എന്നുള്ളതും അവർക്ക് റേസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം അവിടെ ഉണ്ട്. പക്ഷെ 2 weeks പറ്റില്ല, ഞാൻ 6 weeks തരൂ എന്ന് പറയുന്നത് ആക്സെപ്റ്റബിൾ ആണ്. 2 weeks പറ്റൂല, ഒരു വീക്ക് കൂടി വേണം, അല്ലെ ഒരു സ്പ്രിന്റ് കൂടി വേണം. ദാറ്റ് വി ക്യാൻ കൺസിഡർ. അതാണ് ഞാൻ പറഞ്ഞത്. മെയിൻ കൺസ്ട്രെയിന്റ് ഇസ് ഡെലിവറി. അതിനകത്ത് നിന്നുകൊണ്ടുള്ള ഫ്ലെക്സിബിലിറ്റി. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്, താങ്കൾ പറഞ്ഞില്ലേ ഈ ഡെവലപ്പറോട് ചോദിക്കുമെന്ന് പറഞ്ഞില്ല, എല്ലാ ഓർഗനൈസേഷൻസ് ഈ മേളിൽ ഇരിക്കുന്നവർ തീരുമാനിക്കുന്ന എല്ലാ സ്ഥലവും ഡെവലപ്പറിനോടാണ് ചോദിക്കുന്നത്. പക്ഷെ ഡെവലപ്പറിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഒരു ഡെവലപ്പർ എന്ന് ചെയ്ത് തീർത്ത് കൊടുക്കാൻ പറ്റും എന്ന് പറയുന്നതല്ലോ എക്സ്പീരിയൻസ് ഡെവലപ്പർ. എന്ന് തീർത്ത് കൊടുക്കാൻ പറ്റില്ല, അതിന്റെ റീസൺ ഇന്നതാണെന്ന് മനസ്സിലാക്കുന്ന ഒരാളാണല്ലോ ഒരു എന്താണ് എക്സ്പീരിയൻസ്ഡ് എഞ്ചിനീയർ. അത് മുതലെടുക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ലൈക്ക് പെട്ടെന്ന് ഒരു ജൂനിയറിനോട് ചോദിക്കും, ഇത് നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് തരാൻ പറ്റില്ല. ആക്ച്വൽ കസ്റ്റമർ നമ്മളിപ്പോ എവിടെ ആയിരുന്നു? വി വർ ടോക്കിംഗ് അബൌട്ട് എന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കാൻബാൻ വേഴ്സസ് സ്ക്രം ക്വസ്റ്റ്യൻസ് വന്നത്. എനിത്തിങ് എൽസ്? ഇഫ് നത്തിങ് വി ക്യാൻ ജസ്റ്റ് പ്രൊസീഡ്. വളരെ കുറച്ച് സമയമുള്ളൂ ഇനി. ഓക്കെ, നമ്മൾ ഇഷ്യൂ ടൈപ്സ് കണ്ടു, ഡിഫറൻസസ് എന്താണെന്ന് അറിഞ്ഞു. ബോർഡ്സ് എന്ന് പറയുന്നതാണ് ഈ വർക്ക് ഫ്ലോസിലേക്ക് കയറി. ഓക്കെ, ബോർഡ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇഷ്യൂസും നമ്മുടെ എല്ലാ പ്രോജക്റ്റിന്റെ എല്ലാ കൊലാറ്ററൽസും ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഡാഷ്ബോർഡാണ് ജിറ ബോർഡ്സ് എന്ന് പറയുന്നത്. ജിറ ബോർഡ്സ് കോൺഫിഗറബിൾ ആണ്. എനിക്ക് ഏത് രീതിയിൽ വേണേലും എനിക്കത് കസ്റ്റമൈസ് ചെയ്യാം. റൈറ്റ്, ഇത് കാണുന്നുണ്ടോ? യോർ വർക്ക് എന്ന് പറയുന്ന വിൻഡോ കാണുന്നുണ്ടോ? ഓക്കെ, അപ്പം ഇതിനകത്ത് യു സീ ദിസ് ഡാഷ്ബോർഡ്സ് കയറി. ലെറ്റ്സ് ക്രിയേറ്റ് വൺ. I'm going to create it as test proj, right? Description അത് തന്നെ ഇടാം. ഇപ്പൊ ഓൾറെഡി ഇതിനകത്ത് ഡാഷ്ബോർഡ്സ് ഉണ്ട്. യു സീ ദിസ് ഡിഫോൾട്ട് ഡാഷ്ബോർഡ്. ഇതാണ് എന്റെ പ്രോജക്റ്റില് ഗോ ടു മാർക്കറ്റ് എന്ന് പറയുന്ന എന്റെ പ്രോജക്റ്റിനകത്ത് കിടക്കുന്ന ഡിഫോൾട്ട് ഡാഷ്ബോർഡ്. ഇതിനകത്ത് എന്തൊക്കെയാ കാണുന്നത്? എനിക്ക് അസൈൻ ആയ ഇഷ്യൂസ്. ദർ ആർ 3 issues which are assigned to me. ഇതെനിക്ക് കാണാം. ഞാൻ ഈ പ്രോജക്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അസൈൻ ടു മീ എന്ന് പറയുമ്പോൾ അസൈൻ ടു രശ്മി മോഹൻദാസ് ഉള്ളത് എന്റെ ബോർഡിൽ വരുള്ളൂ. Now supposing I have a similar, ഞാൻ പറയുന്നത് ഇതിനകത്ത് ഈ പ്രോജക്റ്റിൽ തന്നെ ഞാൻ ദേവിയും കൂടി ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ദേവിക്ക് അസൈൻ ആയ ഇഷ്യൂസ് മാത്രമേ ഈ ബോർഡിൽ ദേവി കാണുള്ളൂ. അങ്ങനെ ഡാഷ്ബോർഡ് നമുക്ക് കോൺഫിഗർ ചെയ്യാം. പ്രോജക്ട്സ്, ഏതൊക്കെ പ്രോജക്ട്സിലാണ് എനിക്ക് ആക്സസ് ഉള്ളത്? ആസ് ഓഫ് നൗ there's only one. ആക്ടിവിറ്റി സ്ട്രീംസ്, ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റിയിലാണ് ഞാൻ ഇൻവോൾവ് ആവുന്നത് എന്നുള്ളതാണ് ഈ ഡാഷ്ബോർഡ് മെയിൻലി കാണിക്കുന്നത്. റൈറ്റ്, ദാറ്റ്സ് ഹൗ ഇറ്റ്സ് ബീൻ കോൺഫിഗർഡ്. ഇപ്പൊ നമ്മളൊരു നമ്മളൊരു ടെസ്റ്റ് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഒരു ഡാഷ്ബോർഡാണ്. ഇതിനകത്ത് എഡിറ്റ് കൊടുക്കുമ്പോൾ യു സീ ദിസ്, ഇത്രയും അധികം ഗാഡ്ജറ്റ്സ് എനിക്ക് ഈ ഡാഷ്ബോർഡിനകത്തോട്ട് ആഡ് ചെയ്യാം. ഹൗ മെനി ഡേയ്സ് ആർ റിമൈനിങ് ഇൻ എ സ്പ്രിന്റ്?
ഡേയ്സ് റിമൈനിങ് ഇൻ സ്പ്രിന്റ് ഗാഡ്ജറ്റ്. ഏത് ബോർഡാണ് ഇത് ആക്സസ് ചെയ്യേണ്ടത്, ഏത് സ്പ്രിന്റ് ആണ് നമ്മളിപ്പം നിൽക്കുന്നത് എന്നുള്ളത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി എവറി സ്പ്രിന്റ് അപ്ഡേറ്റ് ആവും. ദിസ് ഡാഷ്ബോർഡ് എനിക്ക് ഇത് കാണാൻ പറ്റും, ഇനി ഈ സ്പ്രിന്റിൽ എത്ര ദിവസം ബാക്കിയുണ്ടെന്നുള്ളത്. അതുപോലെ ഇഷ്യൂ സ്റ്റാറ്റിസ്റ്റിക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് എത്ര ഇഷ്യൂസ്, ഏത് പ്രോജക്റ്റ് ആണ്. ലെറ്റ്സ് സേ ഗോ ടു മാർക്കറ്റ് എന്ന് സെർച്ച് ചെയ്ത് നോക്കാം. വരണം ആക്ച്വലി. നോട്ട് മാച്ച് എനിത്തിങ്. പ്രോജക്ട്സ് ഏതൊക്കെയുണ്ട്? ഗോ ടു മാർക്കറ്റ് സാമ്പിൾ. ഇത് വന്നു. അസൈനി എസ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക് ടൈപ്പ് ആണ് ചോദിക്കുന്നത്. ഡു യു വാണ്ട് ഇറ്റ് ബൈ അസൈനി, ഡു യു വാണ്ട് ഇറ്റ് ബൈ കോമ്പണന്റ്, ഡു യു വാണ്ട് ഇറ്റ് ബൈ പാരന്റ് പ്രയോറിറ്റി? അത് നമുക്ക് ചൂസ് ചെയ്യാം എങ്ങനെയാണ് ഇത് കാണേണ്ടത് എന്നുള്ളത്. ഇഷ്യൂ സ്റ്റാറ്റിസ്റ്റിക്സ് എന്തായിരിക്കും? ആ ഇഷ്യൂഡ് ഒറിജിൻ എന്താണ്, അതിന്റെ കറന്റ് സ്റ്റാറ്റസ് എന്താണ്, ഇങ്ങനെയെല്ലാം അതിൽ കാണാൻ പറ്റും. അതുപോലെ ഒത്തിരി അധികം ഗാഡ്ജറ്റ്സ് ഇതിനകത്തുണ്ട്. So you can configure a dashboard to give you relevant information the way you want it. അതാണ് എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതുകൊണ്ടാണ് ജിറ അധികവും ആൾക്കാർ ചൂസ് ചെയ്യുന്നത്, ബിക്കോസ് ഓഫ് ദിസ് ഫീച്ചർ. ഈ ഡാഷ്ബോർഡ് ഫീച്ചർ ഡസ് നോട്ട് ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് വേറെ ഒരു ടൂളിൽ ഞാൻ കണ്ടിട്ടില്ല. ദാറ്റ്സ് എ തിങ്. ഓക്കെ, വി കൻ ലീവ് ഇറ്റ് അറ്റ് ദാറ്റ്. സമയം കഴിഞ്ഞു പോയി, അതുകൊണ്ടാണ് ഞാൻ ഈ റഷ് ചെയ്യുന്നത്. ഇപ്പോൾ കോഡ്സ് കണ്ടു. പിന്നെ ഉള്ള ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് ജിറ പ്രോജക്റ്റിനകത്ത് വർക്ക് ഫ്ലോസ്. ഈ ഇപ്പം PPTയുടെ സ്ലൈഡ് കാണുന്നുണ്ടോ? യു കൻ സേ യെസ് ഓർ നോ. No, Rashmi. No, you can't. Okay, just a second. Let me just share the PPT slide. ഇപ്പൊ കാണുന്നുണ്ട് അല്ലെ? ഓക്കെ. ഈ കാണുന്നതാണ് വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്. വർക്ക് ഫ്ലോ എന്തായിരിക്കും? എന്താണ് വർക്ക് ഫ്ലോ? നിങ്ങൾ യു ഓൾ സീൻ വാട്ട് എ വർക്ക് ഫ്ലോ ഇസ്. വർക്ക് ഫ്ലോ എന്താണ്? Can you tell me what a workflow is? Anything. What do you think is a workflow? Like a life cycle. Correct. നമ്മുടെ ഓരോ ഇഷ്യൂ ജിറയുടെ കേസിൽ അതിന്റെ ക്രിയേഷൻ തൊട്ട് കംപ്ലീഷൻ വരെ അതെടുക്കുന്ന സ്റ്റെപ്സിനെയാണ് വർക്ക് ഫ്ലോ എന്ന് വിളിക്കുന്നത്. റൈറ്റ്? വർക്ക് ഫ്ലോക്കകത്ത് മൂന്ന് സ്റ്റാറ്റസസ് അല്ലെങ്കിൽ 3 സ്റ്റെപ്സ് ഉണ്ട്. ഒരു സ്റ്റാറ്റസ് ഉണ്ട്, ട്രാൻസിഷൻ ഉണ്ട്, റെസൊല്യൂഷൻ ഉണ്ട്. സ്റ്റാറ്റസ് എന്ന് പറയുന്ന ആ ഇഷ്യൂ ഒരു സമയത്ത് എവിടെയാണ് കിടക്കുന്നത്, അതിന്റെ ആക്ച്വലി അപ്പോഴത്തെ ആ എക്സിസ്റ്റൻസ് എവിടെയാണെന്നുള്ളത്. ഇപ്പൊ ലെറ്റ്സ് സേ ഓപ്പൺ സ്റ്റാറ്റസിൽ കിടക്കുന്ന ഇഷ്യൂസ് എന്തായിരിക്കും? They've just been opened or they've just been started at that point. അതിന്റെ മുകളിൽ വർക്ക് ചെയ്ത് അത് അതിന്റെ എക്സാക്ട് റെസൊല്യൂഷനിൽ എത്തിച്ചു. സോ ദീസ് ആർ സ്റ്റാറ്റസസ്. You will have open, you can have in progress, you can have closed, you can have reopened, you can have in acceptance, in review. ഇതെല്ലാം സ്റ്റാറ്റസസ് ആണ് ഓരോ ഇഷ്യൂന്റെ. റൈറ്റ്? ട്രാൻസിഷൻ എന്തായിരിക്കും? ട്രാൻസിഷൻ ഇപ്പം ഈ ആരോ കാണുന്നുണ്ടോ? ഫ്രം ഓപ്പൺ ടു ഇൻ പ്രോഗ്രസ്. ഓപ്പൺ ഇന്ന് ഇൻ പ്രോഗ്രസ്സിലോട്ട് മാറണമെങ്കിൽ ആ ഇഷ്യൂ നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങണം. റൈറ്റ്? സ്റ്റാർട്ട് പ്രോഗ്രസ്. ആ ട്രാൻസിഷൻ ആയിരിക്കും. യു സ്റ്റാർട്ട് ഓൺ ദാറ്റ് ഇഷ്യൂ ഫോർ ഇറ്റ് ടു മൂവ് ഇൻ ടു ഇൻ പ്രോഗ്രസ്. ആ ആക്ഷൻ എടുക്കുന്നതിനെയാണ് ട്രാൻസിഷൻ എന്ന് വിളിക്കുന്നത്. ഇതിനകത്തെല്ലാം വൺ സൈഡഡ് ട്രാൻസിഷൻസ് ആണ്. ബട്ട് യു കൻ ഹാവ് ഡുവൽ ട്രാൻസിഷൻസ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ആക്ഷൻ ക്യാൻ ട്രിഗർ എ ട്രാൻസിഷൻ ഫോർ ഇറ്റ് ടു റീച്ച് എ ഡിഫറെന്റ് സ്റ്റേറ്റസ്. റൈറ്റ്? ട്രാൻസിഷൻ ആണ് സ്റ്റേറ്റസ് ചേഞ്ച് ട്രിഗർ ചെയ്യുന്നത്. അങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും ജിറയിൽ. സോ വാട്ട് ഓൾ ഡു യു ഹാവ് ഇൻ വർക്ക് ഫ്ലോസ്? You have statuses, you have transitions, and you have resolutions. Resolution എന്താണ്? Resolved or unresolved. It's resolution status. It's done or not done. Right? Now, what is a workflow scheme? What do you think is a workflow scheme? Workflow scheme എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഇഷ്യൂ ടൈപ്സ് എന്താണ് സംസാരിച്ചല്ലോ. ഈ ഇഷ്യൂ ടൈപ്സിനകത്ത് ഓരോ ഇഷ്യൂ ടൈപ്പിന്റെ അതിന്റെ മൂവ്മെന്റ്, ഫോർ ഇൻസ്റ്റൻസ് ഫ്രം എപ്പിക് ടു യൂസർ സ്റ്റോറി ടു ടാസ്ക് ഓർ എപ്പിക് ടു ടാസ്ക്, ഈ മൂവ്മെന്റ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും ത്രൂ വർക്ക് ഫ്ലോ സ്റ്റെപ്സ്. അതിനെയാണ് വർക്ക് ഫ്ലോ സ്കീംസ് എന്ന് വിളിക്കുന്നത്. You fix issue types as a dependent flow on a workflow to see its transition.
right? For instance, let's say for a user story, I can have multiple steps. Open in progress, reopened. User story can sadharna in acceptance, in review, in testing, in UAT. Ingane pala statuses namukku set cheyyam. Right? Adana user story workflow schema. Whereas when you talk about a task can have probably open, in, right? Open, in progress, വേണമെങ്കിൽ ഒരു additional കൂടി ഇടാം, review and done. അപ്പോൾ depending on your issue type, your workflow steps will change. അതിനെയാണ് workflow scheme എന്ന് വിളിക്കുന്നത്. ചിലപ്പോൾ ഇത് രണ്ടും ലിങ്ക് ആയിരിക്കാം. ഒരു user story and a task together can be put on the same workflow. Right? That's called a workflow scheme. ഇപ്പം in Jira ഈ workflow edit ചെയ്യുന്ന ഒരു ടൂൾ ഉണ്ട് called workflow editor. I think I saw it somewhere. Just give me a second. അതൊന്ന് നമുക്ക് നോക്കാം. Okay. Workflow editor എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇറ്റ്സ് എ UI tool. നമുക്ക് ഇതിലൂടെ ആ വർക്ക്ഫ്ലോ എഡിറ്ററിലൂടെ you can get into a workflow on how your Jira flow is configured. Give me a second. ഞാൻ അതൊന്ന് എടുത്തോട്ടെ. ഇത് ചിലപ്പം എനിക്ക് എന്റർപ്രൈസ് എഡിഷനിൽ അത് കിട്ടും, ബട്ട് ഇതിനകത്തുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. Give me a second. Sample. Workflow. Setup on that. I think it's on this. ഏതെങ്കിലും ഒരു ടാസ്ക് ഉണ്ടാക്കിയിട്ട് അതിന്റെ അതെ ഒരു ടാസ്കിനകത്ത് കിടപ്പുണ്ട്. Just give me a second. This is your board. ഇതിനകത്ത് ഇൻ പ്രോഗ്രസ് ആണ്, ഇതിന്റെ ചൈൽഡ് ഇഷ്യൂസ് ആണ്. ഈ ഒരു GTMS 10 ചൈൽഡ് ഇഷ്യൂസ് ആണ് ഇത്. ഇതിന്റെ വർക്ക് ഫ്ലോ എവിടെ കിടക്കുന്നത്? You can see ഒരു സെക്കൻഡ്. Just give me a moment. You can see it on your timeline. When you ഈ ലിങ്ക് കണ്ടോ? Give me a second. ഈ ലിങ്ക്സ് ആണ് ആക്ച്വലി ഇതിന്റെ ഡിപെൻഡൻസി ട്രെയിൽ. ഈ ഡിപെൻഡൻസി ട്രെയിൽ യു ക്യാൻ സെറ്റ് ത്രൂ യുവർ ഇഷ്യൂ ലിങ്കേജ്. ഇത് ഞാൻ എല്ലാം ഒരുമിച്ച് പറഞ്ഞു പോകുന്നത് വി ആർ ഔട്ട് ഓഫ് ടൈം, അതുകൊണ്ടാണ്. സോറി അബൌട്ട് ദാറ്റ്. ലെറ്റ് മീ ജസ്റ്റ് ഗെറ്റ് ടു ദി വർക്ക് ഫ്ലോ. Yeah, you were saying something. I'm sorry, who was saying? I'm not sure. Okay, let's say we need to set up approvals. ഇവിടെയാണ് എൻ്റെ വർക്ക് ഫ്ലോ വരുന്നത്. ടാസ്ക്, സബ് ടാസ്ക്, ആൻഡ് യു ചൂസ് എ സ്റ്റാറ്റസ്. ഈ വർക്ക് ഫ്ലോ ഓൾറെഡി ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടാസ്ക്, സബ് ടാസ്ക് വർക്ക് ഫ്ലോ ഓൾറെഡി ഗോ ടു മാർക്കറ്റ് എന്ന പ്രോജക്റ്റിൽ സെറ്റ് ചെയ്ത വർക്ക് ഫ്ലോ ആണ്. ഞാൻ ചെയ്തതല്ല, ആ പ്രോജക്റ്റ് ഞാൻ ഇമ്പോർട്ട് ചെയ്തപ്പോൾ അതിന്റെ കൂടെ വന്നതാണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ എന്താ ചെയ്യാൻ നോക്കുന്നത്? ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു സബ് ടാസ്കിനകത്ത് ഒരു അപ്രൂവൽ പ്രോസസ്, ആ ടാസ്ക് ചെയ്തോ ചെയ്തില്ലോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അപ്രൂവൽ പ്രോസസ്സിന് വേണ്ടിയാണ് ഈ വർക്ക് ഫ്ലോ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ നോക്കുന്നത്. സോ ഐ ചൂസ് എ സ്റ്റാറ്റസ് ഇൻ പ്രോഗ്രസ് ആൻഡ് ദെൻ ഐ സേ കണ്ടിന്യൂ. ദിസ് ഇസ് മൈ വർക്ക് ഫ്ലോ എഡിറ്റർ. ഇതല്ലാതെ പിക്ക് ചെയ്യാൻ പറ്റും, ബട്ട് ദിസ് ഇസ് മൈ വർക്ക് ഫ്ലോ എഡിറ്റർ. അപ്പൊ ഇതിനകത്ത് ട്രാൻസിഷൻസ് കണ്ടോ? ഇതിനകത്ത് ഒരു ട്രാൻസിഷൻ സെറ്റ് ചെയ്യാം. ആ ട്രാൻസിഷൻ വെച്ചായിരിക്കും അപ്രൂവൽ മെയിൽ ട്രിഗർ ആവുന്നത്. ഒരു അപ്രൂവൽ റിസോഴ്സിനെ വെക്കാം. ഇറ്റ് ക്യാൻ ഐദർ ഗോ ടു യുവർ മാനേജർ or to your team lead, whomever. നിങ്ങളുടെ ഒരു SME ആയിരിക്കാം ചിലപ്പോൾ ഇതെടുക്കുന്നത് ചെയ്യാൻ പറ്റും in a workflow. So this would be your workflow editor where you can see the workflow and you can edit it, right? എന്തിനൊക്കെ ആയിരിക്കും വർക്ക്ഫ്ലോ എഡിറ്റ് ചെയ്യുന്നത്? ഒന്ന് ഈ അപ്രൂവൽ സെറ്റിംഗ്. സെക്കൻഡ് എന്തായിരിക്കും? ഒരു അഡീഷണൽ സ്റ്റെപ്പ് ആഡ് ചെയ്യണം. ഒരു അഡീഷണൽ സ്റ്റെപ്പ് ആ വർക്ക്ഫ്ലോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ this is the go to tool for that. Somebody was saying something. I kind of interrupted you in the middle. Do you want to go back again? Apam, we spoke about workflow. Can you see the PPT? Yes. All right. Super. We have reports and dashboards. ഇതാണ് ജിരയുടെ ഏറ്റവും അഡ്വാൻറ്റേജസ് ആയ ഫീച്ചർ. Just give me a second. Yeah. Reports and dashboards. Usually നമ്മൾ എങ്ങനെയാണ് റിപ്പോർട്ട് എടുക്കുന്നത്? നമുക്കൊരു project management tool ഉണ്ട്. How do we pick a report? You
manually pick data from wherever you've entered it. നമ്മുടെ how many of you know work breakdown structures? എക്സൽ ഷീറ്റിനകത്തായിരിക്കും ഇത് മൊത്തം ഇട്ട് വെക്കുന്നത്. ഇന്ന ആൾ ഇത് ചെയ്യണം, ഇത്രയും സമയം അതെടുക്കും. ഈ ഡേറ്റ മൊത്തം എടുത്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ റിപ്പോർട്ട് കോൺഫിഗർ ചെയ്യുന്നത്. ട്രഡീഷണലി ദാറ്റ്സ് ഹൗ ഇറ്റ്സ് ഡൺ. ബട്ട് നൗ യു ഹാവ് ഓട്ടോമേറ്റഡ് ടൂൾസ്. Jira actually has a way of giving you these reports automatically. നമ്മൾ നേരത്തെ കണ്ട ഒരു ഡാഷ്ബോർഡ് ഉണ്ടല്ലോ, ആ ഡാഷ്ബോർഡിനകത്ത് തന്നെ റിപ്പോർട്ട്സ് കോൺഫിഗർ ചെയ്യാം. ഈ റിപ്പോർട്ട്സ് എന്തൊക്കെയായിരിക്കും? ഒന്ന്, ഫോർ അജൈൽ പ്രോജക്ട്സ് നമ്മുടെ ടീമിന്റെ വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്, എത്ര സ്റ്റോറി പോയിന്റ്സ് ഒരു സ്പ്രിന്റിൽ കഴിഞ്ഞു എന്നുള്ളത്. വി സ്പോക്ക് അബൌട്ട് അജൈൽ പ്രോജക്ട്സ് റണ്ണിംഗ് ഓൺ സ്പ്രിന്റ്സ് അല്ലെ. വി സ്പോക്ക് അബൌട്ട് എസ്റ്റിമേറ്റ്സ്. അദീബ് ആൻഡ് ഐ ഹാഡ് ക്വൈറ്റ് എ ലോങ് ഡിസ്കഷൻ ഓൺ എസ്റ്റിമേറ്റ്സ്. എസ്റ്റിമേഷൻ എന്തായിരിക്കും? ഒരു സ്പ്രിന്റിനകത്ത് ഇത്ര കാര്യങ്ങൾ ഇത്ര സമയത്തിനകം തീർക്കും എന്നുള്ളൊരു കമ്മിറ്റ്മെന്റ് ആണ് ഈ. ഇറ്റ്സ് നോട്ട് എ കമ്മിറ്റ്മെന്റ് പെർ സെ, ഇറ്റ്സ് എ ഗെസ്റ്റിമേറ്റ്. നമ്മൾ ഗെസ് ചെയ്ത് ഇത്രയും പറ്റുമായിരിക്കും എന്ന് പറഞ്ഞാണ് അത് ഇടുന്നത്. അപ്പൊ ആ എത്രത്തോളം തീർന്നു എന്നുള്ളതിന്റെ മെഷറാണ് ഈ വെലോസിറ്റി എന്ന് പറയുന്നത്. റൈറ്റ്? സോ ദിസ് റിപ്പോർട്ട് ക്യാൻ ബി ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് ഫ്രം Jira. അതുപോലെ യു ക്യാൻ ഗെറ്റ് ബേൺ ഡൗൺ ചാർട്ട്സ്. ബേൺ ഡൗൺ ചാർട്ട്സ് എന്താണ്? ഇൻ ആൻ അജൈൽ പ്രോജക്ട് ബേൺ ഡൗൺ ചാർട്ട് എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റി എത്ര സമയത്തിനുള്ളിൽ തീർന്നു, എത്ര സമയത്തിനുള്ളിൽ അതിന്റെ വർക്ക് ഫ്ലോ ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് എത്തി എന്നുള്ളത് യു ക്യാൻ സീ ത്രൂ ബേൺ ഡൗൺ ചാർട്ട്സ്. ലാർജ്ലി ഒരു ആക്ടിവിറ്റി വെച്ചല്ല ഇത് നോക്കുന്നത്, സ്പ്രിന്റിലാണ് നോക്കുന്നത്. ഫോർ എ സ്പ്രിന്റ്, how many activities started at what point, when did it end? This is a burn down chart. You have multiple other reports like burn up charts, you have average velocity, you will have control charts. ഇങ്ങനെ കുറേ സംഭവങ്ങൾ ജിറയ്ക്കകത്ത് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. അതുപോലെ DevOpsന്റെ reports are easy. DevOpsന്റെ deployment pipeline എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. See, DevOps might be on a Jira on an agile project or on a traditional project. Your reports are largely of similar nature. Correct me if I'm wrong. അപ്പോൾ ഈ പ്രോജക്ട്സും you can configure Jira to deliver the reports that you want in the way that you want them periodically. ഇത്രയും കോൺഫിഗറേഷൻ ജിറയിൽ എളുപ്പം നടക്കുന്നതാണ്. പിന്നുള്ളത് ഇഷ്യൂ അനാലിസിസ് റിപ്പോർട്ട്സ്. ഇഷ്യൂ, how many of you work on Snow? ഇൻസിഡന്റ് മാനേജ്മെന്റ് സ്നോ എത്ര പേരാ യൂസ് ചെയ്യുന്നത്? ജിമോദ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സ്നോക്കകത്ത് കുറെ റെഗുലേറ്റഡ് റിപ്പോർട്ട്സ് ഉണ്ട്. ജിമോദ് വുഡ് നോ. സ്നോ ഇസ് ആക്ച്വലി ലാർജ്ലി യൂസ്ഡ് ആസ് എൻ ഇൻസിഡന്റ് മാനേജ്മെന്റ് ടൂൾ. അത് അതിന്റെ ഒത്തിരി അധികം അതിന്റെ എന്താ പറയാ, there are different advantages of using Snow, but we largely leverage it as an incident management tool. You can utilize Jira in a similar way. ഒരു ഇഷ്യൂ റേസ് ചെയ്യുമ്പോൾ, ഒരു ഇൻസിഡന്റ് റേസ് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റാർട്ട്, എൻഡ്, ഏജിങ്, അതിന്റെ സൈക്കിൾ ടൈം, അതിന്റെ എൻഡ് ടൈം, ഇതെല്ലാ റിപ്പോർട്ട്സും നമുക്ക് ജിറയിലൂടെ കോൺഫിഗർ ചെയ്യാം പറ്റും. പിന്നെ ഉള്ളതാണ് ഫോർകാസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് റിപ്പോർട്ട്സ്. ഫോർകാസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് റിപ്പോർട്ട്സ്, ലൈക്ക് ഐ സെഡ്, basis the project that you choose, you can customize your reports. As a project manager, if I have to start off on a Jira project, ഞാൻ project manager എന്ന നിലയ്ക്ക് ഒരു Jira project തുടങ്ങുവാണെങ്കിൽ I can customize that project to give me just reports. ഞാൻ റിപ്പോർട്ട്സിന് വേണ്ടി മാത്രമായിരിക്കും ആ പ്രോജക്റ്റ് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത്? ഞാൻ വേറെ പ്രോജക്റ്റിന്റെ ഡേറ്റ ഇതിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടായിരിക്കും ഞാൻ എൻ്റെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നത്. So you see that ആ ഫ്ലെക്സിബിലിറ്റി ഉണ്ടല്ലോ, Jira തരുന്ന ആ ഫ്ലെക്സിബിലിറ്റി എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു ടൂൾ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല. എക്സലൊക്കെ എന്താ ചെയ്യുക, നമുക്ക് മാക്സിമം ഒരു പിവറ്റ് ചാർട്ട് വരയ്ക്കാം, അല്ലെ പിന്നെ സ്പ്ലൈസിങ് യൂസ് ചെയ്ത് സ്പ്ലൈസിങ് യൂസ് ചെയ്ത് പലതരത്തിലുള്ള റിപ്പോർട്ട്സ് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ സ്പ്ലൈസിങ് നമ്മളിൽ എത്ര പേർക്ക് അറിയാം? അത് പഠിച്ചു വരണമെങ്കിൽ എത്ര സമയം എടുക്കും? ജിറയിൽ അതെല്ലാം ഓട്ടോമേറ്റഡ് ആണ്. So these are certain advantages that Jira presents, which makes it a very effective project management tool, project management information system for agile projects, DevOps, as well as traditional systems. ഞാൻ ഇത്രയും ലാസ്റ്റിൽ ഇത്രയും റഷ് ചെയ്തത്, it's already a 1 hour session. So with that, my presentation ends. But if you have questions, we can take it for the 10 minutes or so. Adira, is that okay? Yeah, it's okay. All right. Questions? ഒന്നുമില്ലെങ്കിൽ we can wrap it up. രശ്മി, ലൈക്ക് ഒരു സ്ക്രം മാസ്റ്ററിന്റെ റോഡ് മാപ്പ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല. ഹൂ ക്യാൻ ബി എ സ്ക്രം മാസ്റ്റർ? Who can be a scrum master? Okay. See, first off, Tinu, let me ask your perspective. Do you know any scrum master personally in your line of work? Even my husband is a scrum master. Excellent. But he is a developer actually, who is doing scrum also. Okay. Yes. ഒരു സ്ക്രം മാസ്റ്റർ എന്ന് പറയുന്നത് സ്ക്രം ഫ്രെയിംവർക്കിന്റെ ഒരു സ്ക്രം ടീമിലെ ഒരു പീപ്പിൾ പ്രൊപ്പനന്റ് ആണ്. as in
പീപ്പിൾ കോർഡിനേഷൻ, ബ്ലോക്കർ റിസോൾവ്മെന്റ്, ഇംപെഡിമെന്റ് റിസോൾവ്മെന്റ്, ഇതെല്ലാം ചെയ്യുന്നത് സ്ക്രം മാസ്റ്റർ ആണ്. ആണ് സ്ക്രം മാസ്റ്റർ. എന്നെ സംബന്ധിച്ചിടത്തോളം യു ഹാവ് ടു ബി എ പീപ്പിൾ പേഴ്സൺ ടു ബി എ സ്ക്രം മാസ്റ്റർ. ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യുന്നത് ആൾക്കാരുടെ ഈഗോ സഹിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം സ്ക്രം മാസ്റ്റർ. കാരണം നമ്മൾ അധികം ഡീൽ ചെയ്യുന്ന ചേഞ്ച് റെസിസ്റ്റന്റ് ആയ ആൾക്കാരുടെ കൂടെയാണ്. വി ആർ ഓൾ ഇൻഹെറന്റ്ലി ചേഞ്ച് റെസിസ്റ്റന്റ് അല്ലെ? ഇപ്പൊ ടിനു ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നാളെ പെട്ടെന്ന് ഒരു ദിവസം വന്ന് ഇങ്ങനെയല്ല ടിനു ഇങ്ങനെ ചെയ്യണ്ടേ എന്ന് പറയുമ്പോൾ ഇനിഷ്യലി നമുക്ക് ആ ഒരു റെസിസ്റ്റൻസ് തോന്നൂലേ? അതാണ് ഞാൻ പറഞ്ഞത്. ആസ് ഹ്യൂമൻ ബീങ്സ് വി ആർ ഓൾ ചേഞ്ച് റെസിസ്റ്റന്റ്. അപ്പം ഫസ്റ്റ് തിങ് ദാറ്റ് ഹിറ്റ്സ് എ സ്ക്രം മാസ്റ്റർ ഇസ് സംബഡീസ് ഈഗോ. ഞാൻ എന്തിനാണ് ചെയ്യുന്നത്? ഈ ചോദ്യം ഡിപ്ലോമാറ്റിക്കലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം എന്ന് ആണ് എൻ്റെ ഒരു വിശ്വാസം. പീപ്പിൾ പേഴ്സൺ ആയിരിക്കണം, ആൾക്കാരോട് ഇടപഴകുന്നത് ഇഷ്ടപ്പെടണം. എന്നും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ ടോളറേറ്റ് എങ്കിലും ചെയ്യാൻ പറ്റണം. ആൾക്കാരോട് സംസാരിച്ചൊരു കാര്യം നടത്താൻ പറ്റണം, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണം, നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റണം. ഇത്രയും സ്കിൽസ് അത്യാവശ്യമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഒരു സ്ക്രം മാസ്റ്ററിന് വേണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ ഇഫ് യു ഹാവ് ടെക്നിക്കൽ നോളജ്, ഓസം. വെച്ചിടത്തോളം അറ്റ്ലീസ്റ്റ് സ്ക്രമ്മിന്റെ ഗൈഡ് ലൈൻ പ്രകാരം സ്ക്രം മാസ്റ്റർ നീഡ് നോട്ട് ബി ടെക്നിക്കലി പ്രൊഫിഷ്യന്റ് എന്നാണ് പറയുന്നത്. നൗ ഇറ്റ്സ് ചേഞ്ചിങ്. നൗ യെസ്, ഓൾ JDs കം വിത്ത്, ഞാൻ കണ്ട എല്ലാ സ്ക്രം മാസ്റ്റർ JDക്കകത്തും പറയുന്നുണ്ട് ടെക്നിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഇസ് നെസസറി എന്നുള്ളത്. ബട്ട് സ്ക്രം ഒറിജിനലി മെൻഷൻ ഹാസ് ഓൾവേസ് സ്റ്റക്ക് ടു ദി hard line that scrum masters need not be technical. So first and foremost, people person. Second, എങ്ങനെ പറയാം, മൂക്ക് ഇപ്പൊ ഇങ്ങനെ തൊടണോ എന്നുള്ളത് ഓൺ ദ സ്പോട്ട് ഡിസൈഡ് ചെയ്യണം. ചിലപ്പോൾ ഡയറക്റ്റ് ഇന്റർവെൻഷൻസ് നടക്കില്ല, പല വഴികളിലൂടെ പോകേണ്ടി വരും. യു വിൽ ഹാവ് ടു ടേക്ക് എ ലോട്ട് ഓഫ് എന്താ പറയാ ഡീവിയേറ്റഡ് പാത്വേസ് ടു ഗെറ്റ് സംതിങ് ഡൺ. യു വിൽ ഹാവ് ടു ബി വെരി അസർട്ടീവ് ഓൾസോ. പലപ്പോഴും കാണാം, ഇപ്പം എൻ്റെ തന്നെ ടീമിൽ എൻ്റെ അടുത്ത് വരാതെ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓണറുടെ അടുത്ത് വരാതെ ഡയറക്റ്റ് റിസോഴ്സിന് ടാസ്ക് അസൈൻ ചെയ്യുന്ന സീനിയർ മാനേജ്മെന്റ് ആൾക്കാരുണ്ട്. അവരോട് വളരെ അസർട്ടീവ്ലി ഡിപ്ലോമാറ്റിക്കലി പറയാൻ പറ്റണം, അത് കൊടുക്കാൻ പറ്റില്ല, ഇറ്റ് ഹാസ് ടു കം ത്രൂ അസ് എന്നുള്ളത് പറയാൻ പറ്റണം, അത് നടത്തണം. ടീം എന്നാലേ നമ്മളെ വിശ്വസിക്കുള്ളൂ. Did I answer your question? Yes. Okay. Anything else that I can help you guys with? രശ്മി, ഒരു ഡൗട്ട്. ഈ ജീറ ഇപ്പോ സെറ്റിംഗ് അപ്പ് അതെല്ലാം കാണിച്ചല്ലോ ഇനിഷ്യൽ. അപ്പം ഇത് ലൈക്ക് ആരാണ് ഇനിഷ്യലി ടാസ്ക് ഈസ് ടു സെറ്റ് അപ്പ് ദിസ് ജീറ ഫോർ എ പ്രോജക്ട്? ഓക്കെ, ഇത് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഓർഗനൈസേഷൻ. ദേവി, ഇപ്പം ലെറ്റ്സ് സേ എല്ലാവരോടും എനിക്ക് പറയാലോ, ദേവി എന്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. ആസ് ഇൻ വി വെർ ഇൻ എ ടീം earlier on, now we are in two different teams, but we worked together in the past. So ദേവി എന്റെ കലീഗാണ് ആൻഡ് ഫ്രണ്ട്. അപ്പം ഇനിഷ്യലി ഞാനും ദേവി രണ്ടുപേരും അലിയാൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അലിയാൻസിൽ ദർസ് എൻ എന്റർപ്രൈസ് ലൈസൻസ്. എന്റർപ്രൈസ് ലൈസൻസ് എന്ന് പറയുമ്പോൾ അവർ ഇത്രയും പേർക്കുള്ള ലൈസൻസ് ആൻഡ് കൗണ്ടിങ് പെർ യൂസർ വെച്ചായിരിക്കും ചിലപ്പം ബില്ല് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം ദാറ്റ്സ് എ കമ്പനി മാനേജ്ഡ് എഡിഷൻ. കമ്പനി മാനേജ്ഡ് എഡിഷനിൽ യു വിൽ ഹാവ് എൻ അഡ്മിൻ ടീം. എന്തുകൊണ്ടായിരിക്കും എന്ന് വെച്ചാൽ, ഇപ്പം കമ്പനി മാനേജ്ഡ് എഡിഷനകത്ത് ഒരു പ്രോജക്ട് ടീം, ഒരു ടീം മാനേജ് പ്രോജക്ട് ക്രിയേറ്റ് ചെയ്ത് പോകുമ്പോൾ അതിൽ എത്രത്തോളം റൈറ്റ്സ് കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പൊ എന്റെ പ്രോജക്റ്റിന് ഐ വാണ്ട് എ ടീം മാനേജ്ഡ് പ്രോജക്ട്, ബട്ട് ഫോർ യു നീഡ് എ കമ്പനി മാനേജ്ഡ് പ്രോജക്ട്. ആ ഒരു എന്താ പറയാ അതോറിറ്റി മിസ്മാച്ച് വരാതിരിക്കാനാണ് എന്റർപ്രൈസ് എഡിഷൻസിൽ there is no team managed projects. You will only have company managed projects. അപ്പൊ ഇനീഷ്യൽ സെറ്റപ്പ് ഇസ് ഡൺ ബൈ ആൻ അഡ്മിൻ ടീം. നമുക്കൊരു ജിറ അഡ്മിൻ ഗ്രൂപ്പ് ഉണ്ട്. ആ ജിറ അഡ്മിൻ ഗ്രൂപ്പിൽ ഹൗ ഡു യു റീച്ച് ഔട്ട് ടു ദം? യു റേസ് എ സപ്പോർട്ട് ടിക്കറ്റ്. ഒരു സപ്പോർട്ട് ടിക്കറ്റ് റേസ് ചെയ്ത് യു ഗെറ്റ് എ പ്രോജക്ട് ക്രിയേറ്റഡ്. അത് കഴിഞ്ഞ് they can give you admin rights on that project, which means the only thing that we can't do from our end is to create a project. ബാക്കി ആ പ്രോജക്റ്റിന്റെ താഴെയുള്ള എല്ലാ സെറ്റപ്പും നമുക്ക് ചെയ്യാൻ പറ്റും. ആ പ്രോജക്റ്റിന്റെ അഡ്മിൻ റൈറ്റ്സ് that will be done by a project manager or okay, or a scrum master, or in certain cases it could be an architect, depending on the project hierarchy. Product owner-നും റൈറ്റ്സ് ഉണ്ടാവും, പക്ഷെ പ്രോഡക്റ്റ് ഓണറിന് ഒരിക്കലും അഡ്മിൻ റൈറ്റ്സ് കൊടുക്കില്ല. It's largely scrum master or project manager, depending on your project. Projectന്റെ ലേഔട്ട് എങ്ങനെയാണോ അതനുസരിച്ച്. അപ്പൊ നമ്മുടെ കേസിൽ project creation has to come from admin team. Support ticket largely all enterprise editions, that's how it works. Okay. Thank you. Anything else? Can you explain story points in a simple way with an example? My mic has some issues. Okay. Story points എന്ന് ഉദ്ദേശിക്കുന്നത്, okay, story points എന്ന് പറയുന്നത് ഒരു എസ്റ്റിമേഷൻ വാല്യൂ ചാർട്ട് ആണ്.
ഓക്കെ, നമ്മൾക്ക് പല തരത്തിൽ എസ്റ്റിമേറ്റ് ചെയ്യാം ഒരു യൂസർ സ്റ്റോറി അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി. ഞാൻ യൂസർ സ്റ്റോറി ടാസ്ക് എന്ന് പോകുന്നില്ല, ഒരു ആക്ടിവിറ്റിയെ പല തരത്തിൽ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം. എങ്ങനെയായിരിക്കും? യൂഷ്വലി കൊടുക്കുന്ന എക്സാമ്പിൾ ഇതാണ്. ഒരു ലോഗിൻ പേജ് ആണ് എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ലോഗിൻ പേജ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ. ജിമെയിലിൽ ഇനിഷ്യലി ഒരു യൂസർ ID കൊടുക്കണം, നെക്സ്റ്റ് ഒരു പാസ്വേഡിൽ പോകും, ആൻഡ് ദെൻ യു ലോഗിൻ. ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ who you are, your landing page will change for certain apps. Gmail എല്ലാം ഒരേ സ്ഥലത്തായിരിക്കും പോകുന്നത്. പക്ഷേ ലെറ്റ്സ് സേ വേറെ ഒരു സ്പോട്ടിഫൈ ആവട്ടെ, സ്പോട്ടിഫൈക്കകത്ത് വൺസ് യു ആദ്യത്തെ ലോഗിനകത്ത് ഇത് ചോദിക്കുമല്ലോ, പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന പ്ലാൻ അനുസരിച്ചാണ് നിങ്ങളുടെ ലാൻഡിംഗ് പേജിലോട്ട് പോകുന്നത്. അപ്പൊ ഈ ലോഗിൻ പേജ് ഡിസൈൻ ചെയ്യാൻ എത്ര സമയം ആ എസ്റ്റിമേറ്റ് കവർ ചെയ്യുന്നത്, ലോഗിൻ പേജിന് അഗേൻസ്റ്റ് ഒരു എസ്റ്റിമേറ്റ് ഇടുന്നത്, ഹൗ മച്ച് ടൈം ഇസ് ഇറ്റ് ഗോയിങ് ടു ടേക്ക് ടു ബിൽഡ് ദിസ് എന്നുള്ളതായിരിക്കും. There are multiple ways of doing this. Login page is a very simple, it's one of the simplest UI in a software project. I can say that if I'm estimating it in person days, or rather let's start with hours. ഞാൻ estimate ചെയ്യാണ് in hours. It will take me 4 hours to build the UI. It will take me 4 hours to grant a database connection. It will take me 4 hours to write code for the password to be come back with an answer, right? And then it'll take me another 4 hours to set up the landing page. So that's 4, 4, 4, 4, 16 hours. അതായിരിക്കും എൻ്റെ എസ്റ്റിമേറ്റ്. ടീഷർട്ട് സൈസിൽ പറയാം. ഇപ്പൊ ടീഷർട്ട് സൈസിൽ ഓൾറെഡി കോൺഫിഗർഡ് സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ എന്ന് പറഞ്ഞ ഓൾറെഡി എനിക്കൊരു മാപ്പിംഗ് ഉണ്ടാവും. സ്മോളിന് ഇത്ര അവേഴ്സ്, മീഡിയം ഇത്ര അവേഴ്സ്. ഈ അവേഴ്സ് വരുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ആ ഒരു ഇഷ്യൂന്റെ കോംപ്ലെക്സിറ്റി അനുസരിച്ചാണ്. സ്റ്റോറി പോയിന്റേഴ്സ് ഓൾസോ ഫോളോ ദി സെയിം പാത്ത്. സ്റ്റോറി പോയിന്റേഴ്സ് ഇസ് ആക്ച്വലി ബേസ്ഡ് ഓൺ റിലേറ്റീവ് എസ്റ്റിമേഷൻ. ഏറ്റവും സിമ്പിൾ പ്രോജക്റ്റിന് ഏറ്റവും സിമ്പിൾ ആയ സ്റ്റോറി എടുക്കുക, ഏറ്റവും മിനിമൽ എസ്റ്റിമേഷനോടുകൂടി. ഫോർ ഇൻസ്റ്റൻസ്, ഇനീഷ്യൽ ലോഗിൻ സ്ക്രീൻ ഇതായിരിക്കും ഏറ്റവും സിമ്പിൾ സ്റ്റോറി. നോട്ട് നെസസറിലി ദാറ്റ് നീഡ് നോട്ട് ബി ഇൻ യുവർ കേസ്, ബട്ട് ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഗിവ് യു ദാറ്റ് ആസ് ആൻ എക്സാമ്പിൾ. ആൻഡ് ഐ കോൾ ഇറ്റ് ആസ്, ഐ ഗിവ് ഇറ്റ് എ സ്റ്റോറി പോയിന്റർ 1. ഒറ്റ സ്റ്റോറി പോയിന്റ്. ആ സ്റ്റോറി പോയിന്റ് എത്ര അവേഴ്സ് ആണെന്നുള്ളത് ഈ ഓൾറെഡി ഞാൻ പ്രീ ഡിസൈഡഡ് ആയിരിക്കും വിത്ത് മൈ ടീം. Login page in the UI could be what? 1 hour. I've already classified it as story point 1 hour. ഒരു story point 1 hour. ഈ login page ആണ് ഏറ്റവും simplest task on my project. Now from there I am going to an application. ഈ login ചെയ്തിപ്പം let's say license renewal, which incidentally reminds me എൻ്റെ license renew ചെയ്യണം. So login page ൽ കയറിയിട്ട് license renewal കേസിൽ you goes into an application, right? അപ്പൊ ഈ ആപ്ലിക്കേഷൻ ഫോം ഇത് എനിക്കൊരു ഫോം ആയിട്ട് അവിടെ കൊണ്ടുവരണമെങ്കിൽ എത്ര സമയം എടുക്കും എന്നുള്ളത് ഈ ലോഗിൻ പേജിന്റെ റിലേറ്റീവ് എസ്റ്റിമേറ്റ് വെച്ചാണ് എടുക്കുന്നത്. ലോഗിൻ പേജിൽ ഒരു ഫീൽഡേ ഉള്ളൂ, ഒരു ഫീൽഡിന്റെ വാലിഡേഷനേ ഉള്ളൂ, അതിനൊരു സ്റ്റോറി പോയിന്റർ ആണ് കൊടുത്തത്. ആപ്ലിക്കേഷനകത്ത് എത്ര ഫീൽഡ്സ് ഉണ്ട്, എത്ര പ്രാവശ്യം ഇത് ഡേറ്റാബേസിലോട്ട് പോകണം ഡേറ്റ ഫെച്ച് ചെയ്യാനുള്ളത്, എത്ര സാധനങ്ങൾ എനിക്ക് കസ്റ്റമൈസ് ചെയ്യേണ്ടി വരുന്നതനുസരിച്ച് ആ ആപ്ലിക്കേഷൻ പേജിന്റെ കോംപ്ലെക്സിറ്റി ഞാൻ ഡിസൈഡ് ചെയ്യും. വിച്ച് മീൻസ് കമ്പയർ ടു എ ലോഗിൻ പേജ്, ദിസ് ഇസ് 10 times more complex or 20 times more complex. ഈ കോംപ്ലെക്സിറ്റി ആണ് സ്റ്റോറി പോയിന്റർ എസ്റ്റിമേഷൻ എടുക്കുന്നത് ലാർജ്ലി. ഈ ലോഗിൻ പേജിനേക്കാളും എത്ര കോംപ്ലെക്സ് ആണ്, ഇതാണ് റിലേറ്റീവ് എസ്റ്റിമേഷൻ. അല്ലെങ്കിൽ ലെറ്റ്സ് സേ ഗ്രേപ്പ് ടു എ വാട്ടർമെലൻ. ഒരു വാട്ടർമെലൻ ഈ ഗ്രേപ്പിനേക്കാളും എത്ര മുഴുപ്പുണ്ട് എന്നുള്ളതാണ് റിലേറ്റീവ്ലി നമ്മൾ നോക്കുന്നത്. അതുപോലാണ് സ്റ്റോറി പോയിന്റർ എസ്റ്റിമേഷൻ. ദാറ്റ് ഇസ് എ ലിറ്റിൽ കോംപ്ലെക്സ്. അത് ആ കോൺസെപ്റ്റ് ഇപ്പം അത് മനസ്സിലാക്കാൻ യു വിൽ ഹാവ് ടു ട്രൈ എ പ്രാക്ടിക്കൽ എക്സസൈസ് ടു ആക്ച്വലി അണ്ടർസ്റ്റാൻഡ് ഹൗ ഇറ്റ് വർക്ക്സ്. ബട്ട് ദാറ്റ്സ് ഹൗ ഇറ്റ്സ് ഡൺ. ഡിഡ് ഐ ആൻസർ ദാറ്റ്? ആരാണ് ചോദിച്ച്? ഗിവ് മീ എ സെക്കൻഡ്. വൈഷ്ണവ് ലാൽ, അത് അത്യാവശ്യം മനസ്സിലായോ? റിലേറ്റീവ് എസ്റ്റിമേഷനിലാണ് സ്റ്റോറി പോയിന്റ് ഓടുന്നത്. ഫ്രം ദ മോസ്റ്റ് സിമ്പിൾ you bring a story point estimate to a complex item. ഇതിന്റെ കമ്പാരിസണിലാണ് ഇതിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. That's the idea. Anything else? Vinod, ചോദിച്ചോളൂ. You don't have to raise your hand. Just unmute and ask. Yeah, thanks. I don't have any question, but I just wanted to add something here. First of all, thanks for the wonderful session. Okay, so I'll just explain our use case. So Jira is very powerful. So in our side also, right, in our company, like we were not using the workflow like
you explained the workflow, right? So we improved the workflow, we created the proper transition status and all, and we also ensured that like no developers or no teammates can push anything to the GitLab. We use GitLab for the source code repository. No developers can push their code until unless there is a backing Jira. So we ensure that during the merge request or pull request, there is a backing Jira ID, valid Jira ID, and that too, it's not something random number. Like it will go and check the status. Like the status should not be closed. Like we put some checks, like status should not be closed. It should be open, in progress, or let's say QA, like whatever the valid status, and based on that, like one can go and raise the merge request, and the GitLab pipelines will run. So in that way we improved. So just wanted to add here, like Jira APIs are very powerful in the end of the. Thanks, Vinod. Thanks for adding that. I forgot that point actually. The integration part of Jira. Correct. Yeah. Thanks for the session. Yeah, now that we know that പറഞ്ഞത് കൊണ്ട് പറയാലോ ഈ Jira tool നമുക്ക് പല IT tools ആയിട്ട് integrate ചെയ്യാൻ പറ്റും. GitHub, Jenkins, you name it, there's an integration possible with Jira. അതാണ് വിനോദ് നേരത്തെ പറഞ്ഞത്. അവർക്ക് ഒരു അപ്രൂവൽ പ്രൊസീജിയർ ഉണ്ട്. ആർക്കും ജസ്റ്റ് ആ കോഡ് അങ്ങ് പുഷ് ചെയ്യാൻ പറ്റില്ല. There are lots of verifications that happen before that. So that's how you leverage Jira concepts on your real-time projects. Thanks for that, Vinod. Thank you so much. Where questions illengil, then I think we can wrap up. You can connect with me on LinkedIn, RASHMI. If nothing, then Adira, over to you. Thank you so much. This was wonderful, actually. I got to learn a lot, so this was really good. Thank you so much. Adira, back to you. Okay. I hope like there are no more questions. Actually, ഇത് വളരെ ഒരു എൻഗേജിങ് സെഷൻ ആയിരുന്നു കേട്ടോ. വളരെ വാസ്റ്റ് ടോപ്പിക് ആണ്. അപ്പൊ എല്ലാവർക്കും ഇതിൽ ഡിസ്കസ് ചെയ്യാനും ക്വസ്റ്റ്യൻസ് ചോദിക്കാനൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ടൈം കൺസ്ട്രെയിൻസ് ഉള്ളത് കൊണ്ടാണ്. ഐ എം സോ സോറി ഫോർ ദാറ്റ്. ശരിക്കും രശ്മി എടുത്തത് ഭയങ്കര ബേസിക് ലെവലിൽ തൊട്ടിട്ട് ഓരോ അനാലജി യൂസ് ചെയ്തിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആ കേക്ക് ബേക്കിങ്ങിന്റെയും എല്ലാതും. And you also take like a lot of time to clear the doubts. So thank you. And I hope you found it helpful for your agile journey. And okay, so before we wrap up, ഞാനൊരു ഫീഡ്ബാക്ക് ഫോം ഷെയർ ചെയ്യാം. പാർട്ടിസിപ്പൻസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. സോ എല്ലാവരും ഈ ഫീഡ്ബാക്ക് ഫോം ഒന്ന് ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി വരുന്ന സെഷൻസിനൊക്കെ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത ഒന്ന് മെസ്സേജ് ഇടുന്നേ. ജസ്റ്റ് ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്യാം. അറ്റ്ലാസിയൻ വെബ്സൈറ്റിൽ പോയിട്ട് ജിറ കൊടുക്കുവാണെങ്കിൽ ഇതിന്റെ ട്യൂട്ടോറിയൽസ്, റിസോഴ്സസ് എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരു യൂസർ അക്കൗണ്ട് create ഒരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് യു കൻ വർക്ക് ത്രൂ ദിസ്. ഇറ്റ്സ് വെരി വെരി ഇൻഫോർമേറ്റീവ്, വെരി ഈസി. ജിറയിൽ CTRL-Z മാത്രമേ ഇല്ലാത്തുള്ളൂ, ഡിലീറ്റ് ഉണ്ട്. സോ എന്തെങ്കിലും അബദ്ധം പറ്റാൻ യു കൻ ജസ്റ്റ് ഡിലീറ്റ് ദ ഹോൾ പ്രോജക്റ്റ് ആൻഡ് സ്റ്റാർട്ട് അഗൈൻ. CTRL-Z ഇല്ല കേട്ടോ, അൺഡു ഓപ്ഷൻ ഇല്ല. But then give this a shot. അതിന്റെ ഒരു ലേണേഴ്സ് പാത്ത് ഉണ്ട്. I think it's free. So all you need is a Google account. ഈ 30 days you can use this for free. So give it a shot. Try it. കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിയും. Right, Adira, will you share the feedback with me later on? All right. Thank you so much. Okay. Have a lovely evening. So once again, happy Women's Day. Thank you. Thank you all for joining. We look forward to seeing you in the future sessions also. So stay tuned. Thank you, Rashmi. Thank you. Bye-bye.